തുടങ്ങിക്കോളൂ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ അവതരിപ്പിക്കുന്ന അറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് പ്രയാൻ 22 നമ്മുടെ പ്രീമിയർ സ്ഥാപനങ്ങളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുമൊക്കെ പഠിക്കുക എന്നുള്ള നമ്മുടെ കുട്ടികളുടെ സ്വപ്നത്തിന് ഒരു കൈത്താങ് എന്നതുപോലെ നമ്മുടെ സ്റ്റേറ്റിലെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ നേതൃത്വം വഹിക്കുന്ന വളരെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു പ്രോഗ്രാം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയ് 14 ആരംഭിച്ച ഈ പ്രോഗ്രാം ഏകദേശം 64ഓളം ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലും നടത്തി വരുന്നത്. ഇന്നത്തെ ജനറൽ എബിലിറ്റി എന്ന് പറയുന്ന ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും മിടുക്കരായ 4 അധ്യാപകരാണ്. അഭിമാനത്തോടെ തന്നെ പറയേണ്ടിയിരിക്കുന്നു, നമ്മുടെ എറണാകുളം ജില്ല കഴിഞ്ഞ ഈ ഒരു വർഷം മിഷൻ 2022 എന്നൊരു പ്രോഗ്രാം ഇതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള കുട്ടികളുടെ കോച്ചിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് ഏറ്റവും മുൻപിൽ നിന്നുകൊണ്ട് ക്ലാസ്സുകൾ നയിച്ച എറണാകുളം ജില്ലയുടെ അഭിമാനമായ 4 അധ്യാപകരാണ് ഇന്നത്തെ സെഷനും കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് ഇതിനു മുമ്പ് ഇവര് നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തിരുന്നു. വളരെ പ്രയോജനപ്രദമായ ഓൺലൈനിലൊക്കെ ആയിരക്കണക്കിന് കുട്ടികൾ കേട്ട ഒരു ക്ലാസ് ആയിരുന്നു അത്. വളരെ നല്ല അഭിപ്രായമാണ്, ഫീഡ്ബാക്ക് ആണ് കുട്ടികളിൽ നിന്ന് ലഭിച്ചത്. അപ്പൊ അതേ അധ്യാപകർ വീണ്ടും ഇന്നും നിങ്ങളുടെ മുന്നിൽ തയ്യാറായി വന്നിരിക്കുകയാണ്. മറ്റാരുമല്ല, എറണാകുളം ജില്ലയിലെ സെയിന്റ് ആൽബർട്ട്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നമ്മുടെ ഗോഡ്വിൻ ജോസഫ് സാറ്, അതുപോലെ തന്നെ തേവര സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട സൗമ്യ സെബാസ്റ്റ്യൻ ടീച്ചർ, അതുപോലെ തന്നെ സെന്റ് ട്രിസാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൊറൈൻ ഗോൺസാൽവസ് ടീച്ചർ, എലഞ്ഞി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീമതി ജുപി തോമസ് ടീച്ചർ, ഇവരെല്ലാവരും 4 പേരും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഒപ്പം തന്നെ ഈ 4 അധ്യാപകരെയും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അസീം സർ, അതുപോലെ തന്നെ എറണാകുളം ജില്ലയുടെ കോർഡിനേറ്റർ ബിജോയ് സർ, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെയൊക്കെ അനിൽ സാറ്, കബീർ സാറ്, നമ്മുടെ ഈ പ്രോഗ്രാമിന് മുൻനിരയിൽ നിന്നുകൊണ്ട് താങ്ങും തണലുമായി നിൽക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും, ഒപ്പം എറണാകുളം ജില്ലയുടെ ജയശ്രീ ടീച്ചർ, പ്രമോദ് സാറ്, എറണാകുളം ജില്ലയിലെ തന്നെ മനോജ് സാർ, ഇവരെല്ലാവരും, സനിൽ സാറ്, എല്ലാവരും ഈ പ്രോഗ്രാമിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ക്ലാസ് എടുക്കുന്നതിനായി പ്രിയപ്പെട്ട ഗോഡ്വിൻ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കും. താങ്ക് യു റിജി മിസ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് ആണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഉപയോഗം ആദ്യമേ പറഞ്ഞു തന്ന് തുടങ്ങാം. നമ്മൾ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് വി ആർ ഫെമിലിയർ വിത്ത് ദീസ് വേർഡ്സ്, ബട്ട് ആക്ച്വലി വി ഡോണ്ട് നോ ദ ടേംസ്, വാട്ട് ദ ടേംസ് ഡിനോട്ട്. വാട്ട് വി ഡു ഇസ് active voice we convert it to passive voice. അതാണ് നമുക്ക് ആകെയുള്ള പരിചയം. But basically active voice is best when you write something. എപ്പോഴും ആക്റ്റീവ് വോയിസ് കൂടുതൽ ഉണ്ടാവാനാണ് നമ്മൾ നോക്കുക. കുറവ് വരേണ്ടത് പാസീവ് വോയിസ് ആണ്. Even if you are trying to write something in Microsoft Word, the computer would suggest to you, okay, this is passive voice, try to change it to active voice. അങ്ങനെ മാറ്റി പറയാനായിട്ട് പറയും. That's because active voice is best in sentences. So always have that in mind. നമുക്ക് എപ്പോഴും മനസ്സിലൊരു കാര്യം ഓർക്കുക, നമ്മുടെ സെന്റൻസുകളിലെല്ലാം നമ്മൾ എഴുതി പോകുന്നത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ കയറിയിട്ട് ബീൻ, ഐ ഹാവ് ബീൻ ഡൂയിങ് ദിസ്, ഐ ഹാവ് ബീൻ ഡൂയിങ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് കയറി വളച്ച് തിരിച്ചൊക്കെ എഴുതി വരുമ്പോൾ മിക്കവാറും അത് പാസീവ് വോയിസ് ആയി. ആൻഡ് തിങ്സ് ഗെറ്റ് കൺഫ്യൂസിങ് അറ്റ് ദാറ്റ് ടൈം. But we should know what is the difference between active voice and passive voice. We have been hearing it throughout our life. എപ്പോഴും കേൾക്കാറുണ്ട്, ചെറിയ ക്ലാസ്സിൽ തുടങ്ങി കേൾക്കുന്നതാണ്. എന്താണ് ആക്റ്റീവ് വോയിസ്, എന്താണ് പാസീവ് വോയിസ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ജക്ട് ആൻഡ് ദ വെർബ് ആൻഡ് ദി ഒബ്ജക്ട്. ഈ 3 കാര്യങ്ങളാണ് SVO, സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട്. ഈ 3 കാര്യങ്ങളാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിനും നമ്മൾ തിരിമറി നടത്തുക.
ബാക്കി സബ്ജക്റ്റിൽ വേറെ എന്ത് വന്നാലും നമ്മൾ അത്രയും സെന്റൻസിൽ നമ്മൾ വിട്ടുകളയും. What we tamper with are these three things: subject, verb, and object. I'll tell you what a subject is, what is an object, what a subject is. Of course, you know what verbs are, but basically we need to understand that these three things are to be altered to get the right passive voice. വളരെ സിമ്പിൾ ആണ് പറഞ്ഞാല്, പക്ഷെ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് അത് മനസ്സിലാക്കണമെങ്കിൽ I'll show you. Let's go on to PowerPoint. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. Are you able to see? Someone, please. Are you getting my screen? Okay. So we are going on to active voice and passive voice. What is active voice അല്ലെങ്കിൽ what is passive voice? ഒരു സബ്ജക്റ്റ് അത് ചെയ്യുന്ന ആക്ഷൻ verb ആണ്. അത് എന്തിന്റെ മേൽ ചെയ്യപ്പെടുന്നു അത് ഒബ്ജക്റ്റ് ആണ്. എന്നാ പറയാം, there is a subject in every sentence and there will be a verb because there cannot be a sentence without a verb. So you have a subject, you have got a verb, and then you have got an object. Action ചെയ്യപ്പെടുന്നത് ഒബ്ജക്റ്റിന്മേലും ആക്ഷൻ ചെയ്യുന്നത് എപ്പോഴും സബ്ജക്റ്റിലും ആയിരിക്കും ആക്റ്റീവ് വോയിസിൽ. പാസീവ് വോയിസിൽ അത് തിരിച്ചാവും. നമ്മൾ അത് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് മുമ്പ് we should know something. എന്താണ്, നിങ്ങളുടെ സ്ക്രീനിൽ നോക്കിയാൽ you can see that you need to understand there is something called the subject of the sentence. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? മലയാളത്തിൽ സിമ്പിൾ ആയിട്ട് പറയാം, കർത്താവ്. ക്രിയ ചെയ്യുന്നവനാണ് കർത്താവ് എന്നാണ് മലയാളത്തിൽ പറയുക. പക്ഷെ സബ്ജക്റ്റ് ഇല്ലാതെ നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് പറയണമെന്ന് തോന്നുമ്പോഴാണല്ലോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. എന്തിനെ കുറിച്ച് പറയപ്പെടുന്നു അതാണ് സബ്ജക്റ്റ്. ലെറ്റ് us try to identify. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ജനറൽ എബിലിറ്റി എടുത്തപ്പോൾ ടെൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ജുബി മിസ് ആണ് അത് തുടങ്ങിയത്, ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തായിരുന്നു. അപ്പം അതിനു മുമ്പ് ആ ടെൻസിന്റെ ഇഫക്റ്റീവ്നെസ് അറിയണമെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റിനെയും കൂടെ ഒന്ന് തിരിച്ചറിയണം. കാരണം ഈ സബ്ജക്റ്റിനനുസരിച്ചാണ് വേർബിന്റെ കോൺജുഗേഷൻ വരിക. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ടു ഐഡന്റിഫൈ ദ സബ്ജക്ട് ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിലേക്ക് പോവാം. See, what is the subject of a sentence? So, of course, we have a subject and a predicate in a sentence. We have several definitions for a subject. We can say that it is what's being talked about. It is something that does the action. All those things. ഇതെല്ലാം ഉണ്ടെങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എന്തിന്റെ മേല് അല്ലെ എന്തിനെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത്, എന്ത് കാര്യത്തെ കുറിച്ചാണോ നമ്മൾ പറയുന്നത്, അതാണ് സബ്ജക്റ്റ്. അത് ചിലപ്പം അതിന്റെ മേൽ ആക്ഷൻ ചെയ്യപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതെടുത്ത് എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ അത് അനങ്ങാതിരിക്കുന്നതായിരിക്കാം. നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നു അതാണ് സബ്ജക്റ്റ്. പിന്നെ എന്തല്ലാന്ന് കൂടെ പറയാം. ഒരു സെന്റൻസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിലൊരു ഫ്രേസ് ഉണ്ട്, ഒരു പ്രപ്പോസിഷണൽ ഫ്രേസ് അതിനകത്ത് വന്ന് വിടുകയാണെങ്കിൽ അത് ഒരിക്കലും അതിൽ സബ്ജക്റ്റ് ഉണ്ടാവില്ല. മിക്കവാറും പ്രപ്പോസിഷണൽ ഫ്രേസ് ഒക്കെ അനങ്ങാതെ ഇരിക്കുന്നതായിരിക്കും ഈ ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴേ. ഫോർ എക്സാമ്പിൾ, ദാറ്റ് ഡോഗ് ബിറ്റ് മീ ലാസ്റ്റ് മന്ത്. ആ ലാസ്റ്റ് മന്ത് എന്ന് പറയുന്ന സാധനം അനങ്ങുകയല്ല, അത് അവിടെ ഉണ്ടാവും. നമ്മള് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഒക്കെ മാറ്റിയാൽ ഇറ്റ്സ് എ ഫ്രേസ് ദർ ആൻഡ് ദാറ്റ് ഫ്രേസ് വിൽ സ്റ്റേ ലൈക്ക്. ഓക്കെ, അപ്പൊ ആ ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് എന്നൊക്കെ പറഞ്ഞ ചില സാധനങ്ങളൊക്കെ വരും. ഇൻ ദ ഈവനിങ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കിടക്കണം. അതൊരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ്, ഇൻ ദ ഈവനിങ്. അപ്പൊ അത് അവിടെ അനങ്ങാതെ ഇരിക്കും. അപ്പൊ അതല്ല സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്തിനെ കുറിച്ചാണോ, what we are talking about. I'll show you a few examples. Okay, then you'll understand better. Who or whatever does the action in a sentence, or on which who or whom, എന്തിന്റെ മേലാണോ അല്ലെങ്കിൽ എന്താണോ. Okay, let's see.
Samuel smiled. Who's doing the action there? Samuel is smiling. Of course, subject is Samuel. The little blue colored balloons burst and fell all over the crowd. So that's a big something we have to identify. ഇതിൽ നോക്കി എന്താണ് സംഭവിച്ചിരിക്കുന്നത്? Action എന്താണ്? അവിടെ രണ്ട് action words ഉണ്ട്. If you can identify, it will be better. Try to identify that. I'll give you a second. എന്താണ് അവിടെ നടന്ന action? രണ്ട് action words അതിനകത്ത് പറയുന്നുണ്ട്. Two action words are there. Try to identify, just identify those two action words. Can you? Burst and fell. So those are the two words that the two words of action that happens in that sentence. Burst and fell. Endana burst ചെയ്തത്? What's bursting? And what fell all over the crowd? The little blue colored balloons burst and fell all over the crowd. See, this sentence is a bit different from the first. നമുക്ക് first sentence in ഒരു object ഇല്ല. ഞാൻ പറഞ്ഞായിരുന്നു what is an object upon which action is done. Samuel is smiling and that smile is not acting upon anyone or anything. Okay, നമ്മൾ അങ്ങനെ പറയും. അതായത് ഇത് Samuel smiled എന്ന് പറയുന്ന സാധനത്തിന് you cannot have a passive because that action does not reflect upon anything. ഇവിടെ നോക്കി, the little blue colored balloons burst and fell all over the crowd. So it's a bit different. Okay, ഇനി അടുത്തത് നിങ്ങൾ നോക്കുക. ഞാൻ അതിന്റെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഷെയറിംഗിലേക്ക് പോകുന്നില്ല because we have got limited time. ഇനി ഒന്ന് നോക്കുക. It's my mom on the phone. This thing is a tough one because നിങ്ങൾക്ക് ഇതിലെ verb identify ചെയ്യല് എളുപ്പമല്ല. Since we have been dealing much theory last time, and we are going to a practical mode this session. So we are dealing with more sentences so that you can be practical about it. That's what I think. So it's my mom on the phone. Can you identify the verb here? As I told you, subject, there is no, you have a prepositional phrase there. There is a prepositional phrase. Of course, on the phone is a prepositional phrase. So the rest is, it's my mom. Can you tell me what's the verb there? നിങ്ങൾക്ക് ഒരു ബേസിക് ചില കാര്യങ്ങൾ, ഞാൻ പ്രൊപോസിഷണൽ ഫ്രേസ് എന്നൊക്കെ പറയുമ്പോൾ I am taking it to, I think, ബേസിക് ആയിട്ട് ഞാനൊരു അസംഷൻ ആണ്. Assume that you know what a phrase is, like group of words ആണ്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഒന്നുമില്ല, പക്ഷെ ഒരു സെൻസ് കിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയാം. So on the phone is a prepositional phrase which has got a preposition. It hangs on to the sentence with the preposition. നിങ്ങൾ ആ സെന്റൻസ് നോക്കിയാൽ അറിയാം അല്ലെ, ഇറ്റ്സ് മൈ മോം. ഓൺ ദ ഫോൺ എന്ന് പറയുന്ന സാധനം എടുത്തങ്ങ് മാറ്റാം നമുക്ക് വേണമെങ്കിൽ, ബിക്കോസ് ആ ഓൺ വെച്ചിട്ട് ആ മോമിൽ അത് ആ സെന്റൻസിൽ അത് കൊളുത്തിയിട്ടേക്കാണ്. ഇറ്റ്സ് മൈ മോം. സോ ഇറ്റ്സ് മൈ മോം എന്താണ് അവിടുത്തെ വേർബ്? പ്രപ്പോസിഷണൽ ഫ്രേസ് വരില്ല ഷഫ്ന, പ്രപ്പോസിഷണൽ ഫ്രേസ് വരില്ല. ഓൺ ദ ഫോൺ ആണ് പ്രപ്പോസിഷണൽ ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ അതങ്ങ് എടുത്ത് മാറ്റാം നമുക്ക്. ഓക്കെ, ഇറ്റ്സ് മൈ മോം, അതില് വേർബ് എന്താണ്? യെസ്, ഈസ് ആണ്. ശ്രീലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് മൈ മോം. ആണ് അല്ലെ, ആണ് എന്ന് പറയുന്നത് ഒരു വേർബാണ്, ബിയുടെ ഒരു ഫോം ആണ് ഈസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് മൈ മോം. ഓക്സിലറി വേർബ് അല്ല കേട്ടോ അവിടെ അത് മെയിൻ വേർബ് ആണ്. ചില സമയങ്ങളിൽ ബി ഓക്സിലറി വേർബ് ആണെങ്കിലും ഹി ഈസ് എ ഗുഡ് ബോയ്. അവിടെ ഓക്സിലറി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹായക ക്രിയ എന്നാണ്. ഇവിടെ എന്തിനാണ് അത് സഹായിക്കുന്നത്? ഈസ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അവിടെ. ഹീസ് എ ഗുഡ് ബോയ്, ഹീസ് എ ബോയ്.
See, a boy എന്ന് പറയുന്നത് അവിടെ കോമൺ നൗണും ആർട്ടിക്കിളും കൂടെ അങ്ങ് ചേർന്ന് നിൽക്കും. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിട്ട് മാറിക്കും. വേർബായിട്ട് ഈസ് തന്നെയാണ്. വിശ്വരൂപം ഈസ് ബിയുടെ ഈസ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് എ സിംഗിൾ വേർബ്, ഇറ്റ്സ് എ മെയിൻ വേർബ് കേട്ടോ. ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ഇസ് ഓൾവേസ് ഓക്സിലറി. ഫംഗ്ഷൻ അനുസരിച്ചാണ്. ഓക്കെ, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് എ ഫംഗ്ഷൻ. നമ്മൾ ഒരിക്കലും ഇത് ഓക്സിലറി വേർബ് ആണ്, ഇത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരിക്കലും അങ്ങനെ ഇംഗ്ലീഷിൽ വിചാരിക്കരുത്. You just find out, identify the function of the particular word, and then you will know. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. We are pressed for time, but I think you need this. ഇങ്ങനെ ആലോചിച്ചോ, ഗ്രീൻ പാരറ്റ് കേട്ടിട്ടുണ്ടല്ലോ. ഗ്രീൻ പാരറ്റ് നിങ്ങൾ മലയാളത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താല് you know that what is the which one is the noun there? Green parrot. Can you identify the noun? Anyone? Parrot. Very good. So parrot ആണ് noun. അപ്പൊ അതിനെ സഹായിച്ചു നിൽക്കുന്ന സാധനം എന്തായിരിക്കും? adjective എന്തായിരിക്കും? green. Okay, so green parrot. You have got green and you have got parrot. Green parrot adjective noun ആണ്. ഇതൊന്ന് തിരിച്ചിട്ട് നോക്കിയ parrot green. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞ അതിന്റെ മലയാളം എന്തായിരിക്കും? പച്ച തത്ത. ശരിയല്ലേ? പച്ച നിറത്തിലുള്ള തത്ത. What if you change the two words, interchange the two words, put parrot green? Noun ഏതാണ്? അതങ്ങ് മാറ്റി parrot. അല്ല, മാറിപ്പോയി മാളവിക. നോ, അവിടെ ഫംഗ്ഷൻ മാറിയില്ലേ? നമ്മൾ ഇതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യെസ്, ഇറ്റ് ഇസ് ഗ്രീൻ. സംശയിക്കണ്ട. ഗ്രീൻ പാരറ്റ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞ? പച്ച നിറത്തിലുള്ള ഒരു തത്തയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പാരറ്റ് ഗ്രീൻ എന്ന് പറയുമ്പോൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഗ്രീനിനെ കുറിച്ചാണ്. ആ ഗ്രീൻ എന്ത് നിറത്തിലുള്ള ഗ്രീൻ ആണ്? തത്തയുടെ നിറത്തിലുള്ള പച്ചയാണ്. തത്ത പച്ച എന്നാണ് പറയുന്നത്. വേർഡ് രണ്ട് സെയിം ആയിരുന്നെങ്കിലും ഫംഗ്ഷൻ എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് ചെയ്തു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഈസ് എന്ന് പറയുമ്പോൾ അത് മെയിൻ വേർബ് ആണ്. അവിടെ ഫംഗ്ഷൻ ഇറ്റ് ഈസ് മൈ മോം, which means ഈസ് is the main verb. അപ്പൊ ഈസ് ആയിരിക്കുന്നു. സബ്ജക്ട് എന്താണ്? ഇറ്റ്. നമ്മൾ ഇറ്റ് എന്ന് പറഞ്ഞത് എന്താണോ അത് ആരാണ് വരുന്നത്? ഓ, ഇറ്റ്സ് മൈ മോം. ആ വരുന്നത് എന്റെ അമ്മയാണ്. നമ്മൾ അമ്മയെ കുറിച്ചല്ല പറഞ്ഞേ, മറിച്ച് ആ വരുന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. അത് അമ്മയാണ്. സോ ഇറ്റ് ഇസ് ദ സബ്ജക്ട്. ഫാൻസ് ചിയേർഡ് ഫോർ മോഹൻലാൽ. അവിടെയും ഒരു സാധനം ഉണ്ട്. എന്താണ്? ഫോർ മോഹൻലാൽ. യു ക്യാൻ ടേക്ക് ദാറ്റ് ഫ്രേസ് അവേ. ദ ഫാൻസ് ചിയേർഡ്. കണ്ടോ? സബ്ജക്ട് എന്താണ്? We are talking about Mohanlal, but he the subject of we are talking about the fans cheering. മോഹൻലാൽ എന്നുള്ള വാക്ക് അതിൽ വന്നേക്കുന്നതുകൊണ്ട് മോഹൻലാൽ അതിൽ സബ്ജക്ട് ആവണമെന്നില്ല. യെസ്, ദ ഫാൻസ് ആണ് കറക്റ്റ്. ഡിഡ് യു ഗെറ്റ് ദാറ്റ്? ഫാൻസ്. അപ്പം സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യല് ഇറ്റ്സ് നോട്ട് ഈസി. ഓൾ സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ ടെൻസ് ഐഡന്റിഫൈ ചെയ്യുക, ഐ എം സോറി, അതിന്റെ നമ്പർ, അത് രണ്ടും ഗ്രാമറിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. Whenever, even if you are writing an entrance, a totally different sentence, identifying the subject is very important to analyze a sentence and find the right answer. Okay. Okay. So see, the topic of our class today is the difference between active and passive voice. We are talking about the topic of our class. So I hope you are able to now identify subject and predicate. Now, the electric bulb was invented by Thomas Alva Edison. Tell me, who's doing the action here? Yes, the action is actually done by Thomas Alva Edison because he is the person who invented electric bulb. പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം കണ്ടോ നിങ്ങൾ? എന്താണ്? ഇലക്ട്രിക് ബൾബിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എഡിസനെ കുറിച്ച് അല്ല പറയുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് ദി ഇലക്ട്രിക് ബൾബ്. സബ്ജക്ട് എന്താണ്? ഇലക്ട്രിക് ബൾബ്. ഓക്കെ, സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ബൾബ്. സോ ദി ഇലക്ട്രിക് ബൾബ് വാസ് ഇൻവെന്റഡ്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ തോമസ് ആൽവാ എഡിസൺ. When the train arrived, all the students got inside. When the train arrived, all the students got inside. കണ്ടോ? ഇവിടെ ആ ആദ്യം കിടക്കുന്ന സാധനമല്ലേ?
അതിനെ നമുക്ക് അങ്ങ് എടുത്തു മാറ്റിയാൽ അതൊരു ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. അതിനെ എടുത്ത് മാറ്റാം. എന്നിട്ടോ all the students got inside. ഇങ്ങനെ നമ്മൾ സബ്ജക്റ്റ് ഏതാണ് അത് കണ്ടുപിടി. നിങ്ങൾക്ക് ഞാൻ ഒരു ഫ്യൂ സെന്റൻസസ് തരാം. Can you just identify for your own sake? You don't have to discuss it with anyone. ആരെ കുറിച്ചും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ സെന്റൻസിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് വെരി സിമ്പിൾ. ഇറ്റ്സ് ലൈക്ക് സാമുവൽ സ്മൈൽ, ജീസസ് വെപ്റ്റ്. It is supposed to be the smallest sentence in the Bible. So Jesus wept. Jesus ആണ് സബ്ജക്ട്. അടുത്തത് എന്താണ്? Can you tell me the subject? Anyone? Subject എന്താണ്? He was walking home. He ആണ് അല്ലേ? Plato's parents named him Aristocles. Might be very strange. Plato. He ആണ് subject of course. അടുത്തത് നോക്കിയേ. Plato's parents named him Aristocles. എന്തായിരിക്കും സബ്ജക്ട്? യെസ്, നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പ്ലേറ്റോനെ നമുക്ക് അറിയാലോ അല്ലെ? No, not parents. Plato's parents. Okay. അത് ഒരുമിച്ച് ഒറ്റ സബ്ജക്റ്റ് ആണ് കേട്ടോ. അരിസ്റ്റോക്ലസ് പേരിട്ടതല്ലേ? ആരാ ചെയ്ത ആക്ഷൻ? Plato's parents ആണ് കേട്ടോ. The action is direct. Passive voice ഇല്ല. You need new tires for your I am. ഞാൻ ആയിരിക്കുന്നു. I am. Okay. അങ്ങനെ കുറച്ച് ഐഡന്റിഫിക്കേഷൻ നടന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പ്രപ്പോസിഷൻസ് അറിയില്ല എങ്കിൽ പ്രപ്പോസിഷൻസ് കണ്ടു കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട്, ബിക്കോസ് ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് എക്സാം, ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു. ഇതാണ് യൂഷ്വൽ ആയിട്ട് നമ്മൾ കാണുന്ന പ്രപ്പോസിഷൻസ്. ഒരു 19 ഉണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കും. So that you guys can easily identify the prepositional phrases. So I hope you had a good time identifying the subject of a sentence. So whenever you get something to change into active or passive, first find out the subject of the sentence. Okay. So I'm going to show you something here. This is an internet image. Internetil ninnu enikku kittiya oru image aanadu. Active voice um passive voice um compare ചെയ്ത് എനിക്ക് കിട്ടിയ ഒരു image ആണ്. Okay. See, tells us what a person or thing does. What is it is. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതില് ശരിക്കും പറഞ്ഞാൽ ഇത് കറക്റ്റ് അല്ല, പക്ഷെ അത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ നല്ലതാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളിത് മനസ്സിലായിക്കോട്ടെ. 3 കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ഇടത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം അത് തിരിഞ്ഞു വരുന്നു. പാസീവ് വോയിസ് ആകുമ്പോൾ ഒബ്ജക്റ്റ്, വേർബ്, സബ്ജക്റ്റ് എന്ന് പറഞ്ഞു വരുന്നു. അത് തെറ്റാണ്. കാരണം അങ്ങനെ തിരിച്ചിട്ടാൽ അർത്ഥം മാറിപ്പോകും അല്ലെ? നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് അടുത്തതിൽ പറഞ്ഞു തരാം. നിങ്ങൾ അതൊന്ന് നോക്കിയ, ഈ സ്ക്രീൻ ഒന്ന് നോക്കിയ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ just ask me to explain. I'll tell you. Just raise your hands or just type a question. I can answer that. നിങ്ങൾക്ക് മനസ്സിലാവാതെ വന്നാൽ just ask me a question. നമ്മൾ അന്ന പെയിന്റഡ് ദ ഹൗസ് നോക്കിയേ. അന്ന ആയിരിക്കും സബ്ജക്ട്, പെയിന്റഡ് വേർബ് ആണ് ദ ഹൗസ്. പക്ഷെ നമ്മൾ ഈ ഒബ്ജക്റ്റ്, വേർബ്, സബ്ജക്ട് എന്നുള്ള ഇക്വേഷൻ ആണോ ഫോളോ ചെയ്തിരിക്കുന്നത്? നമ്മൾ സൂക്ഷിച്ചു നോക്കിയേ. അതേപടി ഫോളോ ചെയ്തിട്ടില്ല കേട്ടോ. ദർ ഇസ് എ ഡിഫറൻസ്. ശരിക്കും ആ ഭാഗം കറക്റ്റ് അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. വ്യത്യാസമില്ലേ? എന്താണ് നോക്കാം നമുക്ക്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. See, the teacher scolded the student. നേരത്തെ പറഞ്ഞാലോ ഒബ്ജക്റ്റ് ആദ്യം വന്നാൽ മതിയെങ്കിൽ സ്റ്റുഡന്റ് എടുത്ത് മുമ്പേ ഇട്ടാൽ മതിയല്ലോ. The student scolded the teacher എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ഇൻവേർട്ട് ചെയ്താൽ മതിയെങ്കിൽ ടീച്ചറിന്റെ സ്ഥാനത്ത് സ്റ്റുഡന്റ് എന്ന് വിടുക, സ്റ്റുഡന്റിന്റെ സ്ഥാനത്ത് ടീച്ചർ എന്ന് വിടുക. അതാണല്ലോ ഒബ്ജക്റ്റ്, വേർബ്, സബ്ജക്ട് എന്ന് പറയുന്നത്. Will that be right? What do you think? The student was scolded by the teacher എന്ന് വരണം. അപ്പൊ നമുക്ക് ഇവിടെയാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റുഡന്റ് സ്കോൾഡഡ് ദ ടീച്ചർ എന്ന് പറയുന്ന സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ മുകളിൽ കിടക്കുന്ന ടീച്ചർ സ്കോൾഡഡ് ബൈ സ്റ്റുഡന്റ്, സ്കോൾഡഡ് ദ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആക്റ്റീവ് വോയിസിന്റെ
ഡയറക്റ്റ് മീനിങ് അല്ല കിട്ടുക താഴെയുള്ള സെന്റൻസിന്. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? You can't do that because the meaning becomes different. Teacher scolded the student means the teacher was, angry about something and he was scolding the student. The student scolded the teacher means the student got angry and he or she scolded the teacher. That's wrong. That's not the same meaning. So same meaning കിട്ടുന്ന രീതിയിൽ passive voice വരണമെങ്കിൽ ഈ രണ്ട് ടീച്ചർ സ്കോൾഡ് ചെയ്ത സ്റ്റുഡന്റും സ്റ്റുഡന്റ് സ്കോൾഡ് ചെയ്ത ടീച്ചർ രണ്ടും ആക്റ്റീവ് വോയിസ് ആണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, തോമസ് ദ ബൾബ് വാസ് ഇൻവെന്റഡ് ബൈ തോമസ് അൽവാ എഡിസൺ. നമ്മൾ ആ സാധനത്തിന്റെ ഈ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബൾബ് ഇൻവെന്റഡ് തോമസ് അൽവാ എഡിസൺ എന്ന് വരും. സെന്റൻസ് കറക്റ്റ് ആണ്, ഈവൻ ദോ ഇറ്റ് ഈസ് ഇല്ലോജിക്കൽ. സെന്റൻസ് ഇസ് റൈറ്റ്. If the bulb was an animate thing, it was intelligent enough. So it invented Thomas Alva Edison എന്ന് പറയുന്ന ഒരു റബിഷ് മീനിങ്ങിലേക്ക് എത്തിച്ചേരുമെങ്കിലും സെന്റൻസ് കറക്റ്റ്. നമുക്ക് അതല്ല വേണ്ടത്, ആ ഒരു റൂട്ട് അല്ല നമ്മൾ എടുക്കേണ്ടത്. മറിച്ച് എന്താണ്, ഐ എം ട്രൈങ് ടു ഡ്രിൽ യു ദ ബേസിക്സ്. ഓക്കെ, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിന്റെയും ബേസിക്സ് ആണ്. ഇത് നമ്മൾ ഫോളോ ചെയ്താൽ ഈ SVO എന്നുള്ളത് OVS എന്ന് എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, teacher scolded the student. കണ്ടോ, the student scolded the teacher എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മറിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ ഒരു പാസീവ് ഫോം ആണ് നമ്മൾ എടുക്കേണ്ടത്. ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എത്ര പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുത്തത് ഓർമ്മയുണ്ട്? ജൂബി ടീച്ചർ നമുക്ക് എടുത്താണ്, ഞാനും അത് റെഫർ ചെയ്താണ്. anyone Can anyone tell me what is past participle? Can anyone tell me which form of the verb is past participle? Can anyone tell me how many forms of the verb are there? Yeah, Arda, you are right. We have got the third form of the verb. In the Kyarno, we have the, yes, V3. That's V3. Everyone. Very good, very good, very good. I am happy that you guys are really attending to the class. Fine. So, the student was scolded by the teacher. See, was scolded എന്ന് പറയുന്ന സംഭവം എങ്ങനെയാ വരുന്നത്? ബി എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് അറിയാലോ. ബിക്ക് ഡിഫറെന്റ് ഫോം ഉണ്ട്. നിങ്ങളോട് ഞാൻ 13 ഫോം ഉണ്ട് ബിക്ക്. ഈസ്, വാസ്, അല്ലെ, വേർ, ആർ, ഇങ്ങനെ ആം, ഇതെല്ലാം ബിയുടെ ഫോം ആണ്. ആ ബിയുടെ ഒരു ഫോമും വേർബിന്റെ തേർഡ് ഫോമും V3 അല്ലെ. 4 ഫോം ഉണ്ട്. 4ാമത്തെ ഫോം വെറുതെ ING ആണ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 3 ഫോമേ പറയാറുള്ളൂ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിൽ തേർഡ് ഫോം. ഇപ്പൊ സ്റ്റുഡന്റ് സ്കോൾഡഡ് എന്ന് പറയുന്ന ആ സ്കോൾഡ് എടുത്തിട്ട് അതിന്റെ തേർഡ് ഫോം നോക്കും. ഏതാണ്? സ്കോൾഡഡ് തന്നെയാണ്. The student was, because ED past tense ആയതുകൊണ്ട് നമ്മൾ ബിയുടെ പാസ്റ്റ് ഫോം എടുക്കുന്നു. സ്റ്റുഡന്റ് സിംഗുലർ ആയതുകൊണ്ട് വേറെ എടുക്കുന്നില്ല, പകരം വാസ് എടുക്കുന്നു. സ്റ്റുഡന്റ് was scolded by the teacher. I hope you understood. എന്താണ് മനസ്സിലാക്കാനുള്ള അതിനകത്ത്? To form the passive, we need be plus past participle. Please guys, write it down. അത് എഴുതിയെടുക്കുക. പാസീവ് വോയിസ് ആക്കണമെങ്കിൽ ഈ ബി ഫോം. നിങ്ങളുടെ സബ്ജക്റ്റ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റ് ഏതെങ്കിലും കാരണവശാൽ ബിയുടെ ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ ഡബിൾ ചെക്ക് ഇറ്റ് ഫോർ ദ പാസീവ്. ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ he will be coming. കണ്ടോ, ബിയുടെ ഫോം ആണ് will be coming, will come. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. എപ്പോഴും ആയിരിക്കണം എന്നില്ല, പക്ഷെ യു മേ പ്ലീസ് ചെക്ക്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് ഓരോ ടെൻസും when you get a tense, അത് ഓരോന്നും എങ്ങനെ മാറ്റണം എന്ന്. ആർ എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ടാണ് ഈസ് വരുന്നത്? Can anybody please tell me the logic of this answer for passive voice? She delivers the letters. എന്തുകൊണ്ട് ആർ ഡെലിവേർഡ് ആയി? ഷീ അല്ലേ, ഈസ് അല്ലേ വരണ്ടേ? Can you guys please tell me why? ലെറ്റേഴ്സ് ആണ് അല്ലേ.
വെരി ഗുഡ്, വെരി ഗുഡ്. യു ആർ വെരി അറ്റൻറ്റീവ്. എന്തുകൊണ്ടാണ്? ലെറ്റേഴ്സ് ആണ്. നിങ്ങൾ ലെറ്റേഴ്സ് നല്ല അടിക്കണം. ശരിക്കും ദ ലെറ്റേഴ്സ്, അതാണ് സബ്ജക്ട്. ദ ലെറ്റേഴ്സ്. മറ്റേത് ഷീ ആണ്, സിംഗുലർ ആണ്, ഡെലിവേഴ്സ് എന്ന് എഴുതണം. ഇവിടെ എന്താണ്? ലെറ്റേഴ്സ് ആണ്. അപ്പൊ ഈസ് എഴുതാൻ പറ്റില്ല, ആർ ഡെലിവേർഡ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മള് സബ്ജക്ട് മാറ്റുമ്പോ, ഒബ്ജക്റ്റ് എടുത്ത് സബ്ജക്റ്റ് ആക്കുമ്പോൾ റെക്കഗ്നൈസ് ദ നമ്പർ ഓഫ് ദ സബ്ജക്ട്. നിങ്ങളുടെ തലയിൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് വെക്കുക. ബി ഫോം നമ്മൾ ആക്കാൻ പോകുന്നുണ്ട്, പക്ഷെ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റിന്റെ നമ്പർ ഐഡന്റിഫൈ ചെയ്യണം. അടുത്തത് നോക്കൂ. ഷീ ഈസ് delivering the letters. ഈസ് എന്ന് പറയുന്ന കണ്ടിന്യൂസിനെ നമ്മൾ എങ്ങനെ മാറ്റിയെന്ന് നോക്കൂ. ലെറ്റേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് what did you do? You made it plural B form. എന്നിട്ടോ കണ്ടിന്യൂസ് കൊടുത്തു, being delivered. You may write it down. You can take a screenshot. ഹോംവർക്ക് താഴെ 2 സെന്റൻസ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. If you can convert, you may stay quiet. If you cannot convert, you may ask. You guys can convert, fine, well and good. വേണം മോനെ, വേണം. പക്ഷേ അവിടെ omit ചെയ്യാം. I am being called by him. അവിടെ I am being called എന്ന് പറയുന്ന സംഭവത്തില് by him വേണമെങ്കിൽ omit ചെയ്യാം. I am being called every day. ഈ by omit ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കാറുണ്ട്. ചില സമയത്ത് അത് വേണ്ടി വരും, അപ്പോഴേ അത് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ, അത് വേണം. അല്ലാത്ത സമയങ്ങളിലെല്ലാം നമുക്ക് omit ചെയ്യാം. It's understood. Okay. The cow is eating the grass for you. I added the there. നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കുറച്ചും കൂടി എളുപ്പം. The grass is being eaten by the cow. Udara is right. Very good. Lakshmi is also right. Good. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ you can identify it and you can try to convert. Okay. Past simple. She delivered the letters. Simple. The letters were delivered. എന്തുകൊണ്ടായിരിക്കും വേറെ? എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു? ഡെലിവേർഡ് പാസ്റ്റ് ടെൻസിലായിരുന്നു, ലെറ്റേഴ്സ് പ്ലൂറൽ ആണ്, അപ്പൊ ബിയുടെ പാസ്റ്റ് പ്ലൂറൽ ഫോം കിട്ടിയെന്ന് വിചാരിക്കുന്നു. താഴെ ടു ഡു കിടപ്പുണ്ട്, ചെയ്തു നോക്കാം. മനസ്സിലായില്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ I was called by him every. Very good, very good. He loved the kids. എങ്ങനെ ചെയ്യും? Very good, Harda. Done. Very good. മക്കളൊന്ന് പറഞ്ഞേ. He loved the kids. The kids were loved. Yes, by him. The kids were loved by him. Cool. That's good. Lakshmi. Very good. നന്നായി കേട്ടോ. സഞ്ജനയും ലക്ഷ്മിയും ഉത്തരം എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടെൻസ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ എല്ലാ ടെൻസും ചെയ്യുന്നുമില്ല കേട്ടോ, കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് വരില്ല. നിങ്ങൾക്ക് ഒരു 6 ടെൻസ് നമുക്ക് we have like 12 tenses, so we cannot, we shouldn't be doing, because you'll get all confused. സ്വന്തമായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചെയ്ത് നോക്കാം. ഒരു ഫ്യൂച്ചർ 2 ഫ്യൂച്ചർ ഒക്കെ എടുത്ത് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് 6 ടെൻസ് നിങ്ങൾക്ക് ഡീൽ ചെയ്യുന്നു. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെയായിരിക്കും? She was delivering the letters. പാസ്റ്റ് ആണ്, കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് എന്ത് ചെയ്യണം? പാസ്റ്റ് പ്ലൂറൽ ആക്കണം, കാരണം ലെറ്റേഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? വേറെ വരും. പിന്നെ ഡെലിവറിങ്, ബി പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നോക്കിയേ, ബിയുടെ ഏത് ഫോം ആയിരുന്നു? ബീയിങ് അല്ലെ, ING ആയതുകൊണ്ട് ബീയിങ്. ആ ING എടുത്ത് ഇപ്പുറത്തിട്ടു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എടുത്ത് ആയിട്ട് മാറ്റി. യെസ്, ദ ഗ്രാസ് വാസ് ബീയിങ് ഈറ്റൻ. The grass, very good Lakshmi. The grass was being eaten by the cow. The soldiers were defeating the terrorists. എങ്ങനെ വരും? Very good Sanjana. നന്നായി നന്നായി. Soldiers were defeating the terrorists എങ്ങനെ വരും? Shafna. Cool. Okay, cool Shafna. നന്നായി പറഞ്ഞോളൂ. Soldiers were defeating everyone. Terrorists were being defeated by the soldiers. Very good. Udita is right. Terrorists
എസ് ഉണ്ട് കേട്ടോ, ടെററിസ്റ്റ് ഉണ്ട്. ടെററിസ്റ്റ് എന്ന് എഴുതരുത്, ടെററിസ്റ്റ് ഉണ്ട്. എസ് ഉള്ളത് കൊണ്ടാണ് വേർ ബീയിങ് വരാൻ, അല്ലെങ്കിൽ വാസ് ബീയിങ് ആയിരിക്കുള്ളൂ. ഓക്കെ, ടെററിസ്റ്റ് വേർ എസ് വേണം. ഷഫ്ന, യു ഓൾസോ ഡിഡ് റോങ്. ടെററിസ്റ്റ് യു ഗോട്ട് ആൻ എസ് there, പ്ലൂറൽ ആണ്. ടെററിസ്റ്റ് വേർ ബീയിങ് ഡിഫീറ്റഡ് അല്ലെ, ഡിഫീറ്റിംഗിന്റെ ING എടുത്തിട്ട് ബീക്ക് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഡിഫീറ്റിന്റെ തേർഡ് ഫോം എടുക്കും, ബീയിങ് ഡിഫീറ്റഡ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതെ. പിന്നെ അപർണയും തെറ്റിച്ചെഴുതി. ടെററിസ്റ്റിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, എസ് ഇല്ല. എല്ലാരും തെറ്റിച്ചെഴുതണം. ഇതെന്താ എസ് ഒക്കെ എടുത്ത് മിണുങ്ങണേ? എസ് വേണ്ട, എപ്പോഴല്ലേ പ്ലൂറൽ ആവുള്ളൂ. ശ്രദ്ധിച്ചടിക്കാൻ. ഓക്കെ, okay, she has delivered the letters. The letters. Has ന്റെ പ്ലൂറൽ ഫോം എത്ര പേർക്ക് അറിയാം? have ആണെന്ന്. ചിലർക്കെങ്കിലും അറിയാതെ ഉണ്ടാവും അല്ലെ. I വന്നാൽ have വരണം, പിന്നെ യുവിന്റെ പ്ലൂറൽ ഫോം വന്നാൽ have വരണം, പിന്നെ has ന്റെ പ്ലൂറൽ ഫോം have ആണ്. has ന്റെയും have നും ഒരു പാസ്റ്റ് ഫോമേ ഉള്ളൂ. എന്താണ്? ആർക്ക് പറയാം? has ന്റെ have ന്റെ പാസ്റ്റ് ഫോം ഏതാണ്? had. വെരി ഗുഡ് മാളവിക. had അല്ലെ. has നും have നും പാസ്റ്റ് ഫോം ഉള്ളത് had ആണ്. സോ the gardener has watered the plants. എങ്ങനെ വരും? Yes, very good, very good. Plants have been watered by the gardener. നന്നായി കലക്കി, അത് വേണം. Okay, so plants have been. being ഇല്ല, being ഇല്ല. have being വരുവാ. നമ്മുടെ മുകളിൽ കിടക്കുന്ന എക്സാമ്പിൾ നോക്കൂ. have been watered. Yes, yes, Shafna, that's right. എന്താണ്? The plants have been അല്ലെ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഈ ED കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബീയിങ് എന്നുള്ളത് വരാൻ പാടില്ല. കണ്ടിന്യൂസ് ടെൻസിന് മാത്രമേ ബീയിങ് വരുള്ളൂ. You should know that. Okay, കണ്ടിന്യൂസ് ടെൻസിന് മാത്രമേ ബീയിങ് വരുള്ളൂ. So I am presenting before you a set of conversions. Just go through this. നമ്മൾ ഇത്രയും നേരം ചെയ്ത കാര്യം ഒറ്റയടിക്ക് നിങ്ങളുടെ മുമ്പിൽ അങ്ങിടുക. ഒരു പ്രസന്റ് പെർഫെക്റ്റ് മാത്രം അതിന്റെ ഇടയിൽ കയറി വന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് പരിചയമില്ലാതെ. അതിലും എന്താണ് വരുന്നത്? തേർഡ് ഫോം തന്നെയാണ് വരുന്നത്. ഹാസ് റിട്ടൺ എന്നുള്ളത് ഹാസ് ബീൻ റിട്ടൺ. ബി പ്ലസ് പാസ്റ്റ് പാർട്സ് അതെല്ലാം തലയിൽ കയറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മക്കളെ, ഇതുവരെ എടുത്തതിൽ എവിടെങ്കിലും സംശയമുണ്ടോ? Anything more to clarify? I'll gladly do. Oblige ചെയ്യാം. Do you want me to go back to any slide? ആരുമില്ല എന്ന് വിചാരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ആക്റ്റീവ് എങ്ങനെയാണ് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം. I am giving you a set of 10 sentences. 10 സെന്റൻസ് ഉണ്ട്. നമ്മുടെ റിവിഷൻ ആണ്. എന്റെ കയ്യിൽ 2-3 സ്ലൈഡ് ഉണ്ട് റിവിഷന്. നമ്മുടെ ടൈം ഇസ് ലൈക്ക് 7:45, 7:50 ആണ്. അതിനുള്ളിൽ നമുക്ക് തീർക്കണം. അപ്പൊ ഈ 10 സെന്റൻസും ഒരാള്, നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാള്, എല്ലാവർക്കും അടിക്കാം. ആദ്യത്തെ 10 എണ്ണം ആരടിച്ചു കഴിയുന്നു നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോകും. ഈ സെന്റൻസസ് കറക്റ്റ് ആൻസർ ഞാൻ എഴുതി കാണിക്കും. സ്റ്റാർട്ട് നൗ. സ്വന്തമായിട്ട് ചെയ്യാം. Children like chocolates. Why should it be where? Where എന്തിനാണ്? past tense ആയിട്ട് എവിടെ തോന്നി? Children liked ആണെങ്കിൽ past tense ആണ്. Chocolates are liked by children. Very good. Very good. Are liked by children. അടുത്ത നോക്കൂ. Are painting. ഏത് ടെൻസ് ആണ്? Yes, Malaviya. Very good. Chocolates are liked by children. Okay. Pictures are being painted. Very good, Uttara. Nannai. Painted by the children. Okay, by children. Fine. Are alle. Have endina varane? Are inde sthalathu have varane endina? Pictures are ആണ്. അത് അങ്ങനെയല്ലേ കിടക്കുന്നത്? നമുക്ക് ഇതിനു മുമ്പത്തെ സ്ലൈഡില് അല്ലെ അതിന്റെ ഇടയിൽ ഹാവ് വരണ്ട.
ഹാവിന്റെ ആവശ്യമില്ലല്ലോ മക്കളെ. യെസ്, ഹാസ് വരുമ്പോൾ ഹാഡ് ആക്കണേ എന്തിനാ? പാസ്റ്റ് ടെൻസ് അല്ലല്ലോ, നമുക്ക് ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ, അപ്പൊ എന്തിനാ ഹാഡ് ചേർക്കണേ? പാസ്റ്റ് ടെൻസ് ചോദിച്ചില്ലല്ലോ. ഓ, മൈ പെൻ ഹാസ് പെർഫെക്റ്റ് ആണ്. നോ ഹാഡ് ബീൻ. വെയിറ്റ് ഉദിത, ജസ്റ്റ് എ സെക്കൻഡ്. സി, someone has stolen my pen. എങ്ങനെ വരും? my pen has been stolen. Someone has stolen my pen. My pen has been stolen. അത്രേ ഉള്ളൂ. Yes, very good. Sriradha is correct. Okay. My pen has been stolen. Nino is also right. El Nino is... policeman caught the burglar. എങ്ങനെ വരും? caught, simply caught. എന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ആണ്. ഹാഡ് എന്തിനാ അവിടെ? ഹാസും ഹാവും അവിടെ കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ നമ്മൾ ഹാഡ് ചേർക്കണേ എന്തിനാ? Why did you do that? Policeman caught the burglar. നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റും ഒബ്ജക്റ്റും ഇന്റർചേഞ്ച് ചെയ്യുക. എന്ത് ചെയ്യണം? burglar caught ബിയുടെ ഫോം പാസ്റ്റ് ടെൻസിലാണ്. was caught by the policeman. Wait Anna, wait. She was writing a story. Very good, Shafna. Shafna is right. എന്താണ്? Policeman caught the burglar. The burglar was caught by the policeman. By വേണമെന്നില്ല. The burglar was caught. That will also suffice. That's enough. You need not write the whole sentence like by the policeman. അങ്ങനെ ചേർത്തതൊന്നുമില്ല. She was writing a story. ഇവിടെ എന്താണ്? വാസ് ഉണ്ട്, പാസ്റ്റ് ടെൻസ് ആണ്, നമുക്കറിയാം. എ സ്റ്റോറി, ഷീ, രണ്ടും സിംഗുലർ ആണ്. വാസ് റൈറ്റിംഗ്, ING ആണ്. ING ഏതിന് വരും? ബിക്ക് ING എടുത്തിട്ട് കൊടുക്കേണ്ടി വരും, കാരണം ING കണ്ടാൽ നമുക്കറിയാം. യെസ്, ദ സ്റ്റോറി വാസ് ബീയിങ് റിട്ടൺ ബൈ ഹർ. വെരി ഗുഡ് സൈനുൽ അബി, വെരി വെൽ ഡൺ കേട്ടോ. സ്റ്റോറി വാസ് ബീയിങ്, they had won the game. Story was being written by her. Cool, നന്നായി. The game had been won by them. Very good Sanjana, നന്നായി, കറക്റ്റ് ആണ് കേട്ടോ. The government will pardon him. എങ്ങനെ വരും? ഫ്യൂച്ചർ ആണ്. യെസ്, ഞാൻ നിങ്ങൾക്ക് ഫ്യൂച്ചർ എടുത്തു തന്നില്ല, എന്നാലും ഉദ്ദിത റൈറ്റ് ആണ്. ഫ്യൂച്ചർ എടുത്തു തന്നില്ല, ചുമ്മാ ഇട്ടതാ അത്. Has anyone seen the postman? ക്വസ്റ്റ്യൻ ആണ്. ആര് ചെയ്യും കറക്റ്റ് ആയിട്ട്? He will be pardoned by the government. Okay. Has anyone seen the postman? Okay. നമുക്ക് ടൈം ഒരു ലിമിറ്റ് ഉള്ളതുകൊണ്ടാണ്. Let me show you the answers. കാലിലേക്ക് എത്തിയ അതുകൊണ്ടാണ്. No, not anyone. Has anyone? കേട്ടോ? Has the postman been seen? കേട്ടോ? Has anyone seen അല്ലേ? അപ്പൊ എങ്ങനെ വരും? Has the postman. നമ്മൾ സബ്ജക്റ്റും വെർബും ചേഞ്ച് ചെയ്യണ്ടേ? വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? Has the postman been seen? Okay. Okay guys, I'll give you another slide. ഒരു സ്ലൈഡ് കൂടെ തരാം. ഇതിപ്പം I hope you try it on your own. നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് കണ്ടോ? ഞാൻ ഇതിന്റെ ആൻസേഴ്സും കൂടെ നിങ്ങളെ കാണിച്ചു തന്നേക്കാം. ഇതൊന്ന് നോക്കൂ. ഇത് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരിക. നേരത്തെയൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് നിന്നാണ്. ശരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ആയിരിക്കും വരിക. ശരിക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇതുപോലത്തെ സാധനങ്ങളാണ് വരിക. സിങ്സ്, അതുകൊണ്ടാണ് അത് ഇൻവേർട്ടഡ് ഇറ്റാലിക്സിൽ കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് യു കെൻ ഈസിലി ഐഡന്റിഫൈ ആൻഡ് ചേഞ്ച്. എന്താണ് സിങ്സ്? എന്ത് ടെൻസ് ആണത്? പ്രസന്റിലാണ്, സിമ്പിൾ പ്രസന്റിലാണ് കിടക്കുന്നത്. എന്ത് ചെയ്യണം? ബിയുടെ ടെൻസ് ഫോം എടുക്കണം പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് സിങ്. എന്തായിരിക്കും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് സിങ്? ആർക്ക് പറയാം? What is the past participle? Yes, Farda. Beautiful. എന്താണ്? നിങ്ങൾക്ക് പലർക്കും തെറ്റിപ്പോണം. സിങ്, സാങ്, സങ് ആണ് കേട്ടോ. ലവ്ലി സോങ്സ്,
Are sung. Are sung. അല്ലേ? വാസ വേറെ വരുവാ? ഇല്ല. സിമ്പിൾ പ്രസന്റ് ആണ്. ടെൻസ് മാറാൻ പാടില്ല. ഇപ്പൊ ലവ്ലി സോങ്സ് are sung by Lata. We did not. നെഗറ്റീവ് ആണ്. Grow rice. എങ്ങനെ വരും? Yes, beautiful, Malavika. Well done, well done. Arda. Guys, was not grown by us. Guys, I think I should not be encroaching upon more time. I don't know. Was not grown by us. Cute. Very well done. Sanjana. Nannai. What do you want? അല്ലേ? നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യം. What do you want? എങ്ങനെ അത് എങ്ങനെ ആർക്ക് പറയാം? What do you want? Can anyone try? They will run a race. No, what do you want? What you want അല്ലല്ലോ. Do continuous ആണ് അല്ലെ? അവിടെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലേ? What do you want? ഇപ്പൊ എന്താണ് വേണ്ടത്? Do അല്ലേ? പ്രസന്റ് അല്ലേ? പ്രസന്റ് ബിയുടെ പ്രസന്റ് ഫോം ഏതാണ്? അതാണല്ലോ ചോദ്യം. What do you want അല്ലേ? Triza, Jess, see, what do you want is the question. No, Shafna. What ഈ do ഞാൻ ചോദിക്കട്ടെ, ഈ ബിയുടെ പ്രസന്റ് ഫോം ഏതാണ്? യു സിംഗുലർ ആണ് അവിടെ. വാട്ട് എന്ന് പറയുന്ന സാധനം സിംഗുലർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താല് യെസ്, വാട്ട് ഈസ് വാണ്ടഡ് ബൈ യു. അത് ആളുടെ പേര് എനിക്ക് യെസ് ഷഫ്ന, യു ആർ റൈറ്റ്. വാട്ട് ഈസ് വാണ്ടഡ് ബൈ യു അല്ലേ? അതല്ലേ വേണ്ടത്? അതാണ് കറക്റ്റ്. വാട്ട് ഈസ് വാണ്ടഡ് ബൈ യു, സഞ്ജന. വെരി ഗുഡ്. താങ്ക് ഗോഡ് യു അണ്ടർസ്റ്റുഡ്. ഐ തിങ്ക് they will run a race. എങ്ങനെ വരും? will run. ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചർ ആണ്. ഫ്യൂച്ചറിന്റെ പാസീവ് എങ്ങനെ വരും? Yes, Harda. Cool. Very good. Very good, Harda. Hey, Lakshmi also right. Sanjana is all. A race will be run by them. Sanjana, very good. Very good. Nannai. Nannai cheyunu. Tom is building a house. A race. Yes, Uttara is also right. A race will be run. Race will be run. Malavika right. Yes. Tom is building a house. എങ്ങനെ വരും? എന്ത് ടെൻസ് ആണ്? No, no, no. Nino, it is wrong. Yes, yes. Uttara is right. എന്താണ് അവിടെ? ഞാൻ പറഞ്ഞില്ലേ, ING കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ മനസ്സിലാക്കുക ഒരു ബീയിങ് ഉണ്ട്. ING ബിയുടെ കണ്ടിന്യൂസ് ഫോം എന്താണ്? ബീയിങ്. അപ്പൊ അത് മറക്കരുത്, അത് തെറ്റിപ്പോകരുത്. See, I can't extend it anymore. Sorry, guys. It was great talking to you, and it was nice teaching you. But we are slightly behind schedule. I'll just give you the answers. Go through this. Go through this. You can take a screenshot if you want. Thank you, guys. You were a good lot. Thank you. It was great. See, ഇത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. പ്രത്യേകിച്ച് CGACക്ക് വളരെ വളരെ നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് നമുക്ക് ജുബി മിസ്സിന്റെ ക്ലാസ് ആണ്. ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു ജുബി മിസ്. താങ്ക് യു എവറി വൺ. ജുബി മിസ്സെ മൈക്ക് ഓൺ ആക്കെ.
മൈക്ക് കേൾക്കാമോ സാറേ? ചെയ്തേ. കുറച്ചും കൂടി ക്ലിയർ ആണ്. മൈക്ക് കുറച്ചും കൂടി അടുപ്പിച്ച് വെച്ചാൽ കൊള്ളാൻ തോന്നുന്നു. ഞാൻ മൈക്കിൽ ഉപയോഗിച്ചില്ല, ഞാൻ ലാപ്പിന്റെ ലൂടെ തന്നെ പറയാം. ഓക്കെ, വീഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണോ സാർ? എനിക്ക് ആ സ്ക്രീനും കൂടി ഒന്ന് ഷെയർ ചെയ്തോട്ടെ? കിട്ടിയോ? എന്റെ സ്ക്രീൻ കിട്ടുന്നുണ്ടോ? ഓക്കെയാണ് ചെയ്തോ. ഗുഡ് ഈവനിങ് ചിൽഡ്രൻ. നമ്മൾ ഇന്നാളെ ഒരു ക്ലാസ് കൂടിയിരുന്നു അല്ലെ? അന്ന് നമ്മള് വേർബ് ഫോംസ് അല്ലെ, ടെൻസ് ഫോംസ് ഒക്കെ നമ്മൾ പഠിച്ചു, വേർബിന്റെ പല ഫോംസ് ഒക്കെ പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും ടെൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? നമുക്ക് ഗ്രാമർ റൂൾസിനകത്ത് ഒരു തരത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ് ടെൻസ്. അപ്പോ ഇന്ന് ഞാൻ പറയുന്നത് സീക്വൻസ് ഓഫ് ടെൻസിനെ കുറിച്ചാണ്. സീക്വൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സീരീസ് ആണ്, കണക്ട് ചെയ്ത് പോകുന്ന കാര്യമാണ്. നമ്മുടെ കുട്ടികൾ സാധാരണ പ്രോബ്ലം നേരിടുന്ന ഒരു ഫീൽഡ് കൂടിയാണത്. നമ്മൾ എക്സാമിനേഷൻ ഒക്കെ എഴുതുമ്പോൾ ഒരു സെന്റൻസ് ആണെങ്കിൽ ഓക്കെ, നമുക്കറിയാം നമ്മൾ ടെൻസിന്റെ റൂൾസ് ഒക്കെ വെച്ച് നമ്മളത് മാനേജ് ചെയ്യും. വെൻ ഇറ്റ് കംസ് വിത്ത് എ കണക്ഷൻ ഓഫ് സെന്റൻസസ് അല്ലെ, നമ്മൾ സാധാരണ ഒരു പാരഗ്രാഫ് ഒക്കെ എഴുതുമ്പോൾ ഇതൊരു പ്രശ്നമാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് അതിനകത്ത് പ്രസന്റ് കാണും, പാസ്റ്റ് കാണും, ഫ്യൂച്ചർ കാണും, എവിടെ എഴുതണമെന്ന് നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സീക്വൻസ് ഓഫ് ടെൻസ്. അപ്പൊ എന്താണ് ഈ സീക്വൻസ് ഓഫ് ടെൻസ് എന്ന് നോക്കാം. അതിന് ചില റൂൾസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മളൊരു പാരഗ്രാഫ് എഴുതുമ്പോൾ അല്ലെങ്കിൽ when we write a series of events, what rules should be followed there, what should be the tense of the verbs, ഇതിന് ചില റൂൾസ് ഉണ്ട്, നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ സീക്വൻസ് ഓഫ് ടെൻസ്. വാട്ട് ഈസ് എ സീക്വൻസ് ഓഫ് ടെൻസ്? ഓക്കെ, when all the verbs in a sentence show actions that occur at the same time, their tenses should be the same. അതായത് ഒരേ സമയത്ത് നടക്കുന്ന ആക്ഷൻസ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന് ഒരേ ടെൻസ് മതി. See the example here. Whenever the alarm clock rings, I run, stretch, and roll over for another 5 minutes of last sleep. See here, all these are in present tense. Whenever the alarm clock rings, I run, I stretch, and roll over. എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഒരേ സമയത്ത് നടക്കുന്ന ആക്ഷനാണ്. ഒറ്റ സ്ട്രെച്ചിൽ പോകുന്ന കാര്യമില്ല. അവിടെ എല്ലാ സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞു. See the second one. She opened her arms to the audience, simple past, smiled, simple past, and bowed deeply. അല്ലെ, അവിടെ ഒരേ ടൈമിൽ നടന്ന പാസ്റ്റിൽ നടന്ന ആക്ഷൻസ് ആയതുകൊണ്ട് all are presented in the past tense. ഇവിടെ നമ്മൾ ഓക്കെയാണ് അല്ലെ, ഒരേ സമയം നടക്കുന്ന ആക്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് ഒരേ ടെൻസ് ഫോളോ ചെയ്യാം. ബട്ട് ദിസ് ഈസ് നോട്ട് ഓൾവേസ് happens അല്ലെ. എന്ത് സംഭവിക്കും? ചില സമയത്ത് a sentence may describe actions that occur at different times. പല സമയത്ത് നടക്കുന്ന ആക്ഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? then there will be different tenses. അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. So I have given you certain examples. See the examples here. First one, you can go home now. You have been writing emails for over 3 hours. Okay. See the first one, you can go home now. Simple present. Second one, you have been writing emails. You have been writing. Either tense ആണ്, present, perfect, continuous tense ആണ്. അപ്പൊ അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഫസ്റ്റ് സെന്റൻസിന്റെ ബാക്കി എന്തുകൊണ്ട്? why can you go home now? എന്തുകൊണ്ടാണ് നിനക്ക് ഇപ്പൊ പോകാമെന്ന് പറയുന്നത്? അതിന്റെ റീസണാ പറയുന്നത് because you have been writing emails. Second example, mom has been writing thank you notes the whole morning. Has been writing, എപ്പോഴാ has been writing ഉപയോഗിക്കുന്ന present perfect continuous. That was happening a period of time അല്ലെ, ഒരു പീരീഡ് ഓഫ് ടൈം. പാസ്റ്റിൽ ഒരു പോയിന്റിൽ തുടങ്ങി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ്. എന്നിട്ട് പിന്നെ പറയാണ് she has already written present perfectലേക്ക് വന്നു about 20 something.
അപ്പോൾ ആദ്യത്തേത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞു, രണ്ടാമത് വന്നപ്പോ പ്രസന്റ് പെർഫെക്റ്റിലേക്ക് മാറി. അതൊക്കെ. തേർഡ് വൺ, ബോബി ഈസ് ഡേർട്ടി. ബോബി ഈസ് ഡേർട്ടി, സിമ്പിൾ പ്രസന്റ്. ബിക്കോസ് അതിന് കാരണം പറയുകയാണ്, ഹി ഹാസ് ബീൻ പ്ലേയിങ് ഔട്ട്സൈഡ് ദ ഹോൾ ആഫ്റ്റർനൂൺ. എന്തുകൊണ്ടാ? ഹി ഹാസ് ബീൻ പ്ലേയിങ് ഔട്ട്സൈഡ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സോ ഈ രണ്ടാമത്തെ പാർട്ടിന്, അതായത് ബിക്കോസ് ഹി ഹാസ് ബീൻ പ്ലേയിങ് ഔട്ട്സൈഡ്, രണ്ടാമത്തെ പാർട്ടിന് ഫസ്റ്റ് പാർട്ടിനോട് ഒരു റിലേഷൻ ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിക്കുന്ന വേർബുകൾ തമ്മിൽ അല്ലെ ടെൻസുകൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. നെക്സ്റ്റ് എക്സാമ്പിൾ, ദ വെദർ വാസ് ഗ്രേറ്റ് when we were in Sicily last August. Weather was great, simple past ആണ്. We were in Sicily, simple past ആണ്. Both are simple past. ഈ രണ്ട് സെന്റൻസിനെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യെല്ലോ കളറിൽ. എന്തുകൊണ്ടാണ്? അവനെ നമ്മൾ വിളിക്കുന്ന കോംപ്ലക്സ് സെന്റൻസ് എന്നാണ്. ഇത്തിരി കോംപ്ലക്സ് ആണ്. ബാക്കി ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സിമ്പിൾ സെന്റൻസ് ആണ്. സിമ്പിൾ സെന്റൻസ് നമ്മൾ ഓക്കെയാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. അതിന്റെ റൂൾസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം ഫസ്റ്റ് പാർട്ടിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ അതേ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യും. ഈ കോംപ്ലക്സ് സെന്റൻസിലേക്ക് വരുമ്പോൾ അത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. അടുത്ത പാർട്ട് നോക്കിയേ, ദേ ഡിഡ്ന്റ് ലൈക്ക് ദ ഫുഡ് സോ ദേ ലെഫ്റ്റ് ദ ഹോട്ടൽ. രണ്ടും സിമ്പിൾ പാസ്റ്റ് ആണ്. കാറ്റ്സ് ആർ ഗുഡ് പെറ്റ്സ്, simple present, for they are clean and are not noisy. That also simple present. ഇതിനെ രണ്ടിനെ നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് വിളിക്കും. കാരണം എന്താ? രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകളാണ്. കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? one or more than, when there are a series of two or more than independent clauses connected through certain linking words and but so അങ്ങനെയുള്ള ലിങ്കിങ് വേർഡ്സ് ചേർത്ത് കണക്ട് ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ക്ലോസസിൽ വരുന്ന ഒരു സെന്റൻസിനെയാണ് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് സെന്റൻസ് നമുക്ക് സാധാരണ വലിയ പ്രശ്നം ഉണ്ടാക്കാറില്ല. കാരണം ഫസ്റ്റ് ക്ലോസിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും സെക്കൻഡ് ക്ലോസ്. ഫസ്റ്റ് ക്ലോസിലെ ടെൻസ് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് ഓൾ ദി ടൈം സെക്കൻഡ് ക്ലോസിലും. പ്രശ്നം ഉണ്ടാക്കുന്നത് മുഴുവൻ നമ്മുടെ ഈ യെല്ലോ കളേർഡ് സെന്റൻസ് ആണ്, ദാറ്റ് ഈസ് കോംപ്ലക്സ് സെന്റൻസ്. ഇവിടെ ഒന്നുകൂടി ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ഹോം നൗ, യു ഹാവ് ബീൻ റൈറ്റിംഗ് ഇമെയിൽ. സിമ്പിൾ സെന്റൻസ്, ബോബി ഈസ് ഡേർട്ടി ബിക്കോസ് ഹി ഹാസ് ബീൻ പ്ലേയിങ് ഔട്ട്സൈഡ് ദ ഹോൾ ആഫ്റ്റർനൂൺ. ദാറ്റ്സ് എ കോംപ്ലക്സ് സെന്റൻസ്. ഇനി കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കണ്ടീഷണൽ ക്ലോസിൽ അല്ലെ? +1 ഫസ്റ്റ് യൂണിറ്റില് ഈഫ് പോയം പഠിച്ചു കഴിഞ്ഞ് ഈഫ് ക്ലോസ് പഠിച്ചു. അപ്പൊ ഈഫ് ക്ലോസിനകത്ത് പഠിച്ചു മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് അല്ലെ? ഇതൊക്കെ പഠിച്ചു ഓർക്കുന്നില്ലേ? അപ്പോ മെയിൻ ക്ലോസിലെ റൂൾ ഇതാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ടെൻസ് ഇതാണെങ്കിൽ, സബോർഡിനേറ്റ് ക്ലോസിന്റെ ടെൻസ് ഇന്നതായിരിക്കും. അവിടെ ഒരു ക്ലിയർ കട്ട് റൂൾ ഉണ്ട്. ഇഫ് ദ മെയിൻ ക്ലോസ് ഈസ് ഇൻ സിമ്പിൾ പ്രസന്റ്, സബോർഡിനേറ്റ് ക്ലോസ് വിൽ ബി അല്ലെ? ഈഫ് ക്ലോസ്, അതായത് ഈഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസ് ഇന്നതായിരിക്കും. ഒരു ക്ലിയർ കട്ട് റൂൾ ആണ്, അതിനകത്ത് വേറെ ചേഞ്ചസ് ഒന്നുമില്ല. അങ്ങനെ 3 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. അത്രയും ഒരു ക്ലിയർ കട്ട് റൂൾസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. സ്റ്റിൽ വി ക്യാൻ സേ ദാറ്റ് there is an agreement between the tense of the main clause and the tense of the subordinate clause. ഇനി എന്താണ് ഈ കോംപ്ലക്സ് സെന്റൻസ് എന്ന് ഒന്നുകൂടെ ഒന്ന് പറയാം. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു മെയിൻ ക്ലോസ് ഉണ്ടാവും, ഒന്നോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ക്ലോസ് ആണ്. അപ്പൊ ഇവിടെ ഒരു സെന്റൻസ് ശ്രദ്ധിക്കുക. ടെൻസ് ഓഫ് ദ വേർബ് ഇൻ എ സബോർഡിനേറ്റ് ക്ലോസ് ഷുഡ് ബി in accordance with the verb in the main clause. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മെയിൻ ക്ലോസിലെ വേർബിന് അനുസരിച്ചായിരിക്കും സബോർഡിനേറ്റ് ക്ലോസിന്റെ വേർബ്. അതിനോട് എഗ്രി ചെയ്യണം. എങ്ങനെ? അതിനൊരു ലോജിക് ഉണ്ടാവും, ഒരു മീനിങ് ഫുൾ ആയിരിക്കണം. നമുക്ക് വെറുതെ ഏതെങ്കിലും ഒരു ടെൻസ് എടുത്ത് വെക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ കുട്ടികൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എവിടെയാണ്? ഒരു പാരഗ്രാഫ് ഒക്കെ എഴുതി വരുമ്പോൾ അതിനകത്ത് there will be a mixture of tenses. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരു ക്ലിയർ കട്ട് റൂൾസിൽ ഇന്ന ടെൻസ് ഉണ്ടാവൂ എന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ല. ബട്ട് ദർ ആർ സ്റ്റിൽ സർട്ടൻ റൂൾസ് ആൻഡ് ഐ എം ഗോയിങ് ടു ദാറ്റ് റൂൾസ്. ഞാൻ അതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. കാണാമല്ലോ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ? അതായത് കോംപ്ലക്സ് സെന്റൻസസില് മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും തമ്മിൽ വെർബിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്, ടെൻസിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. മെയിൻ ക്ലോസിന്റെ ടെൻസിന് അക്കോർഡ് ചെയ്തായിരിക്കും അല്ലെ അതിനനുസരിച്ചായിരിക്കും സബോർഡിനേറ്റ് ക്ലോസിന്റെ വെർബ്. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഇങ്ങനത്തെ സെന്റൻസുകൾ ഇഷ്ടം പോലെ ചോദിക്കാറ്.
So here, see, main clause, simple present. Simple present ആണെങ്കിൽ subordinate clause ഏതൊക്കെ ടെൻസ് വരും? ഒരു ടെൻസ് അല്ല, പലത് വരും. ഒന്ന് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. നോർമലി നമ്മൾ സാധാരണ കാണുന്ന സെന്റൻസുകളൊക്കെ മെയിൻ ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. സീ ദ എക്സാമ്പിൾ, ഹി സേസ് ദാറ്റ് ഷീ ഈസ് ഇൽ. ഞാൻ അവിടെ വേർബ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യെല്ലോ കളറിൽ. എപ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്? ടു ഷോ എ സെയിം ടൈം ആക്ഷൻ. അതായത് നമ്മൾ മെയിൻ ക്ലോസ് നടന്ന അതേ സമയത്ത് നടക്കുന്ന മറ്റൊരു ആക്ഷൻ കാണിക്കാൻ വേണ്ടി സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കും സബോർഡിനേറ്റ് ക്ലോസ്. ദെൻ ഇറ്റ് ക്യാൻ ബി സിമ്പിൾ പാസ്റ്റ് ഓൾസോ. മെയിൻ ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റും ആകാം. എപ്പോഴാ? ടു ഷോ ആൻ ഏർലിയർ ആക്ഷൻ. അതായത് മെയിൻ ക്ലോസ് നടക്കുന്നതിന് മുമ്പ് നടന്ന ഒരു ആക്ഷൻ കാണിക്കാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. ഇറ്റ് വിൽ ബി ക്ലിയർ ഫ്രം ദ എക്സാമ്പിൾ. ഐ നോ ദാറ്റ്. ഐ നോ, അത് സിമ്പിൾ പ്രസന്റ് ആണ്. ദാറ്റ് ഐ മെയ്ഡ് ദ റൈറ്റ് ചോയ്സ്. ഐ മെയ്ഡ് ദ റൈറ്റ് ചോയ്സ്. മെയ്ഡ് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ? അപ്പോ ഐ മെയ്ഡ് എ റൈറ്റ് ചോയ്സ്. ഞാനൊരു ചോയ്സ് എടുത്തു, അത് റൈറ്റ് ആണെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. അതാണ് അതിന്റെ മീനിങ്. ദെൻ ഇറ്റ് ക്യാൻ ബി പ്രസന്റ് കണ്ടിന്യൂസ് ഓൾസോ. എപ്പോഴാ? an action happening at the same time. നമ്മൾ പറയുന്ന സമയത്ത് അല്ലെ മെയിൻ ക്ലോസിന്റെ ടെൻസിന്റെ അതേ സമയത്ത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷൻ, അതാണല്ലോ പ്രസന്റ് കണ്ടിന്യൂസ്. ഐ നോ ദാറ്റ്. ഐ നോ വാട്ട് യു ആർ തിങ്കിങ് റൈറ്റ് നൗ. എനിക്കിപ്പോ അറിയാം വാട്ട് യു ആർ തിങ്കിങ്. സോ യു ആർ തിങ്കിങ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ? ദെൻ there can be present perfect. എവിടെയാ? an action took place at an indefinite time. പ്രസന്റ് പെർഫെക്റ്റ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? പാസ്റ്റിലോ ഇൻഡെഫിനിറ്റ് ടൈമിൽ നടക്കുന്ന ഒരു ആക്ഷൻ കാണിക്കാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. സോ മെയിൻ ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിലും സബോർഡിനേറ്റ് ക്ലോസ് ക്യാൻ ബി പ്രസന്റ് പെർഫെക്റ്റ്. ഐ തിങ്ക് ഹി ഹാസ് ക്രോസ് ദ ലൈൻ. ദെൻ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാം. ഐ നോ ദാറ്റ് ഹി വിൽ കം. ഹി വിൽ കം. ഇറ്റ് ഈസ് യെറ്റ് ടു ഹാപ്പൻ. നടക്കാൻ പോകുന്ന കാര്യമാണ്. ബട്ട് ഐ നോ, ഐ എം ഷുവർ. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ് മെയിൻ ക്ലോസ്. Subordinate clause can be used as future tense also. ഇപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. If main clause is in simple present, subordinate clause can be simple present. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള യൂസേജ്. പിന്നെ സിമ്പിൾ പാസ്റ്റ് ആകാം, പ്രസന്റ് കണ്ടിന്യൂസ് ആകാം, can be present perfect and future tense also. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എക്സസൈസ് തരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതിപ്പോ റൂൾസ് അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി മെയിൻ ക്ലോസ് പ്രസന്റ് കണ്ടിന്യൂസിൽ പ്രസന്റ് ചെയ്യാറുണ്ട്. അവിടെയൊക്കെ എക്സാമ്പിൾസ് കുറവാണ്, അത്ര കോമണും അല്ല. നോക്കിയോ, മെയിൻ ക്ലോസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ ഡെഫിനറ്റ്ലി പ്രസന്റ് കണ്ടിന്യൂസ് വരും. നമുക്ക് മെയിൻ ക്ലോസിലെ ടെൻസ് ഏതാണോ അതാണ് സബോർഡിനേറ്റ് ക്ലോസിൽ നോർമൽ കേസിൽ വരുന്നത്. അതിന്റെ കൂടെ ചില ടെൻസുകൾ ചില എക്സെപ്ഷണൽ കേസസിൽ വരുമെന്നാണ് ഈ റൂൾസ് പറയുന്നത്. സോ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനൊരു എക്സാമ്പിൾ നോക്കൂ. നൗ ഐ ആം ഗെറ്റിംഗ് എ ക്ലിയർ പിക്ചർ. ഐ ആം ഗെറ്റിംഗ് present continuous a clear picture as she is presenting with the help of PPT. അല്ലെ? പവർ പോയിന്റ് ഓടുകൂടി പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു നല്ല പിക്ചർ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അതായത് ഞാൻ ഈ പറയുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻ ആണ്. അത് ക്ലിയർ ആണല്ലോ. ഇനി അവിടെ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. She is learning driving since there is no public transportation. ആ since the meaning അവിടെ എന്താ? കാരണമാണ്. due to അല്ലെ? because there is no public transportation. അപ്പോ since there is no public transportation അതാണ് subordinate clause. അതിന്റെ verb എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്തത് കൊണ്ട് അവളിപ്പോ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മീനിങ്. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് നോക്കിയ ഓപ്ഷൻസ് കുറഞ്ഞു. സബോർഡിനേറ്റ് ക്ലോസിലേക്ക് വരുമ്പോ ഒന്നെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ്. ഇനി അടുത്ത റൂൾ, മെയിൻ ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സിമ്പിൾ പാസ്റ്റ് ആകുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു മെയിൻ ക്ലോസിലെ ടെൻസ് എന്തോ അത് തന്നെയായിരിക്കും നോർമൽ കേസിൽ സബോർഡിനേറ്റ് ക്ലോസിൽ വരിക. പക്ഷേ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഇവിടെ സിമ്പിൾ പ്രസന്റ് ആണ് ഒന്നാമത്തെ എക്സെപ്ഷൻ. നോക്കുക, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ when to be സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് എപ്പോഴും ഉപയോഗിക്കുന്നത് ടു ഷോ എ ജനറൽ ട്രൂത്ത്. അപ്പോ മെയിൻ ക്ലോസ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിലും സബോർഡിനേറ്റ് ക്ലോസ് പ്രസന്റിൽ ഉപയോഗിക്കാം when we express a general truth. See the example. The teacher told the boys that union is strength. അല്ലെ? അതൊരു ജനറൽ ട്രൂത്ത് ആണ്. യൂണിയൻ ഈസ് സ്ട്രെങ്ത്. യു നീഡ് നോട്ട് സേ ദ ടീച്ചർ ടോൾഡ് ദ ബോയ്സ് ദാറ്റ് യൂണിയൻ വാസ് സ്ട്രെങ്ത് എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ യു ക്യാൻ യൂസ് സിമ്പിൾ പ്രസന്റ്. ആൻഡ് അഗെയിൻ സിമ്പിൾ പാസ്റ്റിന്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് വരും.
ഒരു കംപ്ലീറ്റഡ് ആക്ഷൻ കാണിക്കാൻ. ഹി ന്യൂ ദാറ്റ് ഹി വുഡ് വിൻ. നമുക്കതറിയാം. സിമ്പിൾ പാസ്റ്റ് മെയിൻ ക്ലോസിൽ വന്നാൽ സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇനി വരുന്നത് ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. എപ്പോഴാ പാസ്റ്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റോടെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പാസ്റ്റിൽ നടന്ന 2 ഇവന്റ്സിനെ കാണിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. when we express 2 events that happened in the past, one will be past perfect. ഏത് ആക്ഷൻ ആയിരിക്കും, ഏത് ഇവന്റ് ആയിരിക്കും പാസ്റ്റ് പെർഫെക്റ്റിൽ വരുന്നത്? ഫസ്റ്റ് നടന്ന ആക്ഷൻ അല്ലെ? ഡെഫിനറ്റ്ലി ആദ്യം നടന്ന ആക്ഷനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കൊടുക്കും. രണ്ടാമത് നടന്ന ആക്ഷനെ സിമ്പിൾ പാസ്റ്റ് കൊടുത്തു. നോക്കി, ഷീ ടോൾഡ് മീ ദാറ്റ് ഷീ ഹാഡ് ബീൻ ഇൽ അല്ലെ? ഷീ ഹാഡ് ബീൻ ഇൽ, അത് നേരത്തെ അവൾക്ക് സുഖമില്ലായിരുന്നു, അവൾ എന്നോട് പറഞ്ഞു. ആദ്യമേ അവൾക്ക് സുഖമില്ലായിരുന്നു. ഷീ ഹാഡ് ബീൻ ഇൽ, പാസ്റ്റ് പെർഫെക്റ്റ്. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് എപ്പോഴാ? ടു ഷോ അനദർ ഇവന്റ് ദാറ്റ് ഹാപ്പൻ സൈമൾട്ടേനിയസ്ലി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരേ സമയത്ത്, സൈമൾട്ടേനിയസ്ലി എന്ന് പറയുന്നത് അതേ സമയം നടക്കുന്ന ഇവന്റ്സ് ആണ്. ഇത് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് +2 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരുന്നതായിരുന്നു ഈ ഒരു യൂസേജ്. സീ ദ എക്സാമ്പിൾ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഷീ വിസിറ്റഡ് അവർ ഹോം while she was studying in London. She visited our home, simple past. എന്നാണ്? while she was studying in London. ഇതിനകത്തൊരു ടൈം വേർഡ് ഉണ്ട് അല്ലെ? ടൈം വേർഡ് ഏതാണ്? while. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മള് ഈ ചില ടൈം വേർഡ്സ് ഉണ്ട്, അതായത് some words that denotes time. ആ ടൈം വേർഡ്സ് നമുക്കൊരു ഹിന്റ് തരും, ഇത് ഏത് ടെൻസ് ആയിരിക്കും. ചില ടൈം വേർഡ്സ് നമുക്കറിയാം. നൗ എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഡിനോട്ട്സ് സിമ്പിൾ പ്രസന്റ് അല്ലെ? നൗ, ജസ്റ്റ് അല്ലെങ്കിൽ ഓൾറെഡി, ഇതൊക്കെ വരുമ്പോൾ നമുക്കറിയാം പെർഫെക്റ്റിലേക്ക് മാറി. ഇനി ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എ ഡെഫിനറ്റ് ടൈം ഇൻ ദ പാസ്റ്റ്, അത് സിമ്പിൾ പാസ്റ്റ്. അങ്ങനെയുള്ള ഒരു ടൈം വേർഡ് ആണ് വൈൽ. അതിന്റെ കൂടെ ഒരു ടൈം വേർഡ് കൂടി ഉണ്ട്, അതിന്റെ ഒപ്പം യൂസ് ചെയ്യുന്നതാണ് വെൻ. അത് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി എക്സാമ്പിൾസ് ഇട്ട് തരാം, കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ വരും? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ്. സോ ഐ എം ഗോയിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. പാസ്റ്റ് കണ്ടിന്യൂസ്. അവിടെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. മെയിൻ ക്ലോസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും ഒന്ന്. Peter was playing video games when I reached there. അല്ലെ? Peter was playing video games. അത് മെയിൻ ക്ലോസ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. എപ്പോഴാ? when I reached there. അത് ഒരേ സമയം നടക്കുവാണ് അല്ലെ? ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഇവനത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was making lunch when the phone rang. ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴാ? ഫോൺ ബെൽ അടിച്ചപ്പോ, സിമ്പിൾ പാസ്റ്റ്. Then John was waiting outside when the doctor examined his father. ഒരേ സമയം നടക്കുക. When the doctor examined his father, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അതേ സമയത്ത് what was John doing? John was waiting outside. അതാണ് മെയിൻ ക്ലോസ് പാസ്റ്റ് കണ്ടിന്യൂസ് വരുമ്പോ സിമ്പിൾ പാസ്റ്റ് ലാവ് സബോർഡിനേറ്റ് ക്ലോസ്. അത് കോമൺ ആയിട്ട് യൂസേജിൽ വരുന്ന ഒരു സെന്റൻസ് ആണ്. Then definitely past continuous can also be used. While the doctor was examining Mr. Jones, his son was waiting outside. ഒരേ സമയം നടന്നുകൊണ്ടിരുന്ന ആക്ഷൻ. നമ്മൾ നേരത്തെ കണ്ടു, പ്രസന്റ് കണ്ടിന്യൂസ് മെയിൻ ക്ലോസിൽ വരുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസിലും പ്രസന്റ് കണ്ടിന്യൂസ് വരും. സെയിം റൂൾ അത് തന്നെ ഇവിടെ. അടുത്തത് മെയിൻ ക്ലോസ് പ്രസന്റ് പെർഫെക്റ്റ് ആയാൽ സബോർഡിനേറ്റ് ക്ലോസിൽ എന്ത് വരും? സിമ്പിൾ പാസ്റ്റ് വരും. ടോം ഹാസ് ബീൻ അൺഹാപ്പി സിൻസ് ദ ടീം ലോസ്റ്റ് ദ ഗെയിം അല്ലെ? അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിൻസ് ദ ടീം ലോസ്റ്റ് ദ ഗെയിം, അത് മുതൽ ടോം അൺഹാപ്പിയാണ്. Then present perfect, definitely common ആണ്, കോമൺ റൂൾ ആണ്. മെയിൻ ക്ലോസിൽ ഏത് ടെൻസ് ആണോ സബോർഡിനേറ്റ് ക്ലോസിലും അതേ ടെൻസ് ഫോളോ ചെയ്യും. He has assisted me since he has been appointed as the secretary. അതിനകത്ത് വലിയ കൺഫ്യൂഷൻ വരാനില്ല, കാരണം രണ്ട് ഓപ്ഷൻസേ അവിടെ വരുന്നു. ഇനി ഇതും ഒത്തിരി കോമൺ അല്ലാത്തൊരു യൂസേജ് ആണ് പാസ്റ്റ് പെർഫെക്റ്റിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നോക്കാം, ഫസ്റ്റ് വൺ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഹാരി ഹാഡ് കംപ്ലീറ്റഡ് ദ അസൈൻമെന്റ് ബിഫോർ എനിവൺ കുഡ് തിങ്ക് അബൌട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 events happening in the past, happened in the past. First event will be in the past perfect and second event will be simple past. അപ്പൊ ഇവിടെ ഒരു ടൈം വേർഡ് ഉണ്ട്, ബിഫോർ.
ഹാരി ഹാഡ് കംപ്ലീറ്റഡ് ദ അസൈൻമെന്റ്. അത് കഴിഞ്ഞിട്ട് ഒരു ടൈം വേർഡ് തന്നിട്ടുണ്ട്, ബിഫോർ എനിവൺ കുഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. അത്ര കോമൺ യൂസേജിലുള്ളതല്ല, എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇരുന്നോട്ടെ. Anna had been playing video games. Had been playing. Past perfect continuous. For 3 hours when her mother returned from office. അപ്പോ അമ്മ തിരിച്ചെത്തിയപ്പോ ഇവള് കളി കഴിഞ്ഞിരുന്നു. 3 മണിക്കൂറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഫിനിഷ് ചെയ്തു. ആ സമയത്ത് അത്രയും സമയം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത്ര കോമൺ യൂസേജിൽ കിട്ടുന്ന സെന്റൻസ് അല്ല, എങ്കിലും ഇത് ഓർത്തിരിക്കുക. ഈ 2 കാര്യത്തിന് മെയിൻ ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ ആയാൽ സബോർഡിനേറ്റ് ക്ലോസ് വിൽ ബി ഇൻ ദ സിമ്പിൾ പാസ്റ്റ് ഫോം. ഇനി അടുത്തത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഈസിയാണ്. ഫ്യൂച്ചർ ടെൻസ് വരുമ്പോൾ ഈസിയാണ്. സബോർഡിനേറ്റ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ്. ഇവിടെ ചിലപ്പോൾ നമ്മൾ തെറ്റിക്കാറുണ്ട്. ഫ്യൂച്ചർ ടെൻസിൽ മെയിൻ ക്ലോസ് ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ മറ്റു റൂൾ പോലെ തന്നെ സബോർഡിനേറ്റ് ക്ലോസിൽ ഫ്യൂച്ചർ ടെൻസ് എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷെ എഴുതരുത്. നോക്കിയ എക്സാമ്പിൾ, ഐ വിൽ ഗോ ടു പ്ലേ വെൻ ദ റെയിൻ സ്റ്റോപ്സ്. ഐ വിൽ ഗോ ടു പ്ലേ മെയിൻ ക്ലോസ് ആണ്, ഫ്യൂച്ചർ ടെൻസ് ആണ്. വെൻ ദ റെയിൻ സ്റ്റോപ്സ് ആണ് കറക്റ്റ്. വെൻ ദ റെയിൻ വിൽ സ്റ്റോപ്പ് അല്ല. അങ്ങനെ എഴുതരുത്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ടെൻഡൻസി വരും. വെൻ ദ റെയിൻ വിൽ സ്റ്റോപ്പ്, അവിടെ there is no need to use future tense there. You can simply use simple present. I will go to play when the rain stops. One more example, the global community will suffer if the ozone layer collapses. If the ozone layer will collapse, venda. The global community will suffer. Adana main clause. That is in future tense. And the ozone layer collapses, simple present. Third one, they will cancel the match. അതാണ് മെയിൻ ക്ലോസ്, ഫ്യൂച്ചർ ടെൻസ്. When it rains, മഴ പെയ്യുന്നുണ്ടോ? അപ്പോ ഇല്ല, പെയ്യാൻ പോകുന്ന കാര്യമാണ്. മഴ പെയ്താൽ കണ്ടീഷനും അല്ല, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടീഷൻ ക്ലോസ് പഠിച്ചിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ അവർ മാച്ച് ക്യാൻസൽ ചെയ്യും. 2 ഫ്യൂച്ചർ ആക്ഷൻ ആണ്, പക്ഷേ മെയിൻ ക്ലോസ് ഫ്യൂച്ചർ ടെൻസിലായിരിക്കും, സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റിലായിരിക്കും. ഇത്രയാണ് ശരിക്കും നമ്മുടെ ഈ സീക്വൻസ് ഓഫ് ടെൻസിൽ വരുന്ന റൂൾസ്. ഇതൊക്കെയാണ്. ഇത് കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസിലാണ് മിക്കപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ ഒരു സീക്വൻസിൽ ഡിഫറൻസസ് വരുന്നത് കോംപ്ലക്സ് സെന്റൻസിലാണ്. ഇനി ഞാൻ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ടെൻസസ്. We were watching TV. We were watching TV. Past continuous ആണ്. സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്? When it started to rain. അല്ലേ? അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ മെയിൻ ക്ലോസ് പാസ്റ്റ് കണ്ടിന്യൂസ്, സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പാസ്റ്റ്. നമ്മുടെ നേരത്തെ റൂൾസ് അനുസരിച്ചുള്ള എക്സാമ്പിൾസ് ആണ്. While the doctor was examining, past continuous ആണ്. Mr. Jones this morning, his son was waiting outside. Again, main clause, subordinate clause ഒരേ ടെൻസ് ഫോളോ ചെയ്തിരിക്കും. Third one, after Larry had seen, അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, മെയിൻ ക്ലോസ് തന്നെ എപ്പോഴും സെന്റൻസിൽ ആദ്യം വരണമെന്നില്ല. മെയിൻ ക്ലോസ് ക്യാൻ കം അറ്റ് ദ എൻഡ് ഓഫ് ദ സെന്റൻസ്. Subordinate clause can come at the beginning of the sentence. Here, after Larry had seen the film, had seen, past perfect. Main clause എന്താണ്? He decided, simple past. നേരത്തെ നമ്മൾ പഠിച്ചു, തിരിച്ചാണ് പഠിച്ചത്. Main clause simple past, subordinate clause past perfect. Because my coffee was too cold, I heated it in the microwave. So I heated it. Main clause simple past. Subordinate clause എന്താണ്? Because my coffee was, അതും സിമ്പിൾ പാസ്റ്റ്. ഇതാണ് സാധാരണ നമ്മൾ കോമൺലി കാണുന്ന ടൈപ്പ് ഓഫ് സെന്റൻസസ്. ഇങ്ങനെയായിരിക്കും 2 ക്ലോസുകൾ മിക്കവാറും ഒരേ പാറ്റേൺ ആയിരിക്കും, പക്ഷെ ചിലത് ടൈം ഓഫ് ആക്ഷൻ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസപ്പെട്ടിരിക്കും. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ അല്ലെ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ ഒരു ലോജിക്കാണ് നമ്മൾ നോക്കണ്ടേ. ടൈം ഓഫ് ആക്ഷൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് തരും. 1, 2, 3 എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും. അതിലേതാണ് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ? ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് സഹിതം ലാസ്റ്റ് എക്സസൈസ് തരാം. Fifth one, although he was wealthy. Although he was wealthy, subordinate clause ആണ്. He was unhappy. Both are in simple past.
Then next one, wherever you go, you can always find beauty. Simple present ആണ്. Wherever you go, you can always find beauty. Both are in simple present. Even though he is thoroughly trained, he makes a lot of mistakes. Both are in simple present tense. അപ്പോൾ അവർക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. കുറെ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു, ഇതെല്ലാം കൺഫ്യൂസിങ് ആണ്, ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് ആണ്. പക്ഷേ ഓർക്കുക, ഇങ്ങനെ ചില എക്സെപ്ഷൻസ് ഒഴികെ, ചില കേസിൽ ചില എക്സെപ്ഷൻസ് ഒഴികെ ബാക്കിയെല്ലാം സെയിം ടെൻസ് ഫോളോ ചെയ്യുന്നു. ആ എക്സെപ്ഷൻസ് ഏതൊക്കെയാണ്? അപ്പൊ നമ്മൾ ടൈം ഓഫ് ആക്ഷൻ ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് സാധാരണ നമുക്ക് കാണുന്ന ടൈപ്പ് ഓഫ് സെന്റൻസസ് ആണ് വെൻ ആൻഡ് വൈൽ ചേർത്തുള്ള എക്സാമ്പിൾസ് അല്ലെ. പ്ലസ് ടുവിനൊക്കെ ചോദിക്കുന്നതാണ് വെൻ ആൻഡ് വൈൽ. ബോത്ത് രണ്ടും എന്താണ്? ബോത്ത് ആർ സബോർഡിനേറ്റ് കൺജങ്ഷൻ. അതായത് ഒരു സബോർഡിനേറ്റ് ക്ലോസിനെ മെയിൻ ക്ലോസിനോട് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കിങ് വേർഡ് ആണ് വെന്നും വൈൽ. ബോത്ത് ഷോസ് ടൈം അല്ലെ, ടൈം വേർഡ്സ് ആണ് രണ്ട്. ഇത് കാണുമ്പോൾ നമുക്കറിയാം രണ്ട് ഇവന്റും തമ്മിൽ നടന്ന ആ ഒരു ടൈം ഓഫ് ആക്ഷൻ കാണിക്കുന്നു. ഇനി ഇത് തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് ഇതുണ്ട്. വെൻ ഷോസ് എ പോയിന്റ് ഓഫ് ടൈം ആൻഡ് വൈൽ ഷോസ് എ പീരിയഡ് ഓഫ് ടൈം. അവിടെയാണ് നമുക്ക് ടെൻസ് കണ്ടുപിടിക്കാൻ എളുപ്പം. വൈൽ എന്ന് പറയുമ്പോൾ ഒരു പീരിയഡ് ഓഫ് ടൈം, ഒരു ഡ്യൂറേഷൻ ഉണ്ട്, നമുക്ക് മനസ്സിലാവും. വൈൽ അപ്പൊ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. വെൻ എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അപ്പൊ നമുക്കറിയാം വെൻ വി ഗെറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം കാണിക്കാൻ നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അപ്പൊ ഒരു പീരിയഡ് ഓഫ് ടൈം കാണിക്കാൻ കണ്ടിന്യൂസ് ഫോം. ചില കേസുകളിൽ ചില എക്സാമ്പിൾസ് വ്യത്യാസമുണ്ടെങ്കിലും മോസ്റ്റ് കോമൺലി വൈൽ കാണുമ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അതൊരു കണ്ടിന്യൂസ് ഫോം ആയിരിക്കും. വെന്നിൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. സീ ദ എക്സാമ്പിൾ. John was driving home when he saw an accident. John was driving home, main clause, past continuous ആണ്. When he saw an accident, when he saw, simple past. John was driving home when he saw an accident. The same sentence I have written here using while. ഇതേ സെന്റൻസ് വൈൽ ഉപയോഗിച്ച് എഴുതാം. ബട്ട് വി ഹാവ് ടു ജസ്റ്റ് റിവേഴ്സ് ദ ഓർഡർ. അതിന്റെ ഓർഡർ ഒന്ന് മാറ്റും. എന്താ സംഭവിക്കുന്നേ? ജോൺ സോ ആൻ ആക്സിഡന്റ് വൈൽ ഹി വാസ് ഡ്രൈവിംഗ് ഹോം. കണ്ടോ, ഒരു ഡ്യൂറേഷൻ വന്നു, പീരിയഡ് ഓഫ് ടൈം വന്നു. വൈൽ ഹി വാസ് ഡ്രൈവിംഗ് ഹോം അല്ലെ, ഒരു കണ്ടിന്യൂസ് ആക്ഷൻ വന്നു. അപ്പൊ ജോൺ എന്ത് ചെയ്തു? ജോൺ സോ ആൻ ആക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. ഐ വാസ് മേക്കിംഗ് കേക്ക്. Continuous tense, past continuous. I was making cake when my friend visited me. When my friend visited me, other point of time on. That time I was making cake. And the same sentence is written here using why. Appa endha ende order onnu maatti. My friend visited me while I was making cake. So after while, normally we can use continuous form of the verb. And after when, normally it comes simple past. Okay, ഇത് നമ്മൾ ഇത് ഓർത്ത് വെച്ചോണം, കാരണം ഇത് മിക്കവാറും എക്സാംസിനൊക്കെ ചോദിക്കുന്നത്. Now I'm coming to the compound sentence. Compound sentence വളരെ ഈസിയാണ്. നോർമലി ഞാൻ കുറേ എക്സാമ്പിൾസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്തു. അതിലെല്ലാം കാണുന്നത് സെയിം പാറ്റേൺ ആണ്. ഫസ്റ്റ് ക്ലോസിന്റെ അതേ ടെൻസിലായിരിക്കും സെക്കൻഡ് ക്ലോസും. വളരെ അപൂർവമായിട്ട് മാത്രം ചില ടെൻസ് മാറി വരും. So compound sentence എന്ന് പറഞ്ഞാൽ എന്താ? Two independent clauses joined using coordinating conjunctions. ഏതൊക്കെയാണ്? for, and, nor, but അങ്ങനെയുള്ള കൺജങ്ഷൻസ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ക്ലോസസ് ആണ്. രണ്ടും ഇൻഡിപെൻഡന്റ് ക്ലോസസ് ആണ്. മറ്റേതെന്താണ്? ഒന്ന് മെയിൻ ക്ലോസും ഒന്ന് ഡിപ്പെൻഡന്റ് ക്ലോസുമാണ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോ കോമ്പൗണ്ട് സെന്റൻസിൽ എന്താ? അതിന്റെ ഒരു ലോജിക്, ഒരു കറക്റ്റ് മീനിങ് കിട്ടുന്ന ടെൻസ് ഉപയോഗിക്കാം. ഇവിടെ കോമ്പൗണ്ട് സെന്റൻസിനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി. She did not cheat on the test. Simple past ആണ്. For it was the wrong thing to do. That also simple past. I really need to go to work. Simple present ആണ്. But I am too sick to drive. That also in simple present. He ran out of money. Simple past. So he had to stop playing
പോക്ക്. He had to stop. അതാണ് മെയിൻ verb. Okay. He had to stop. Simple past. Playing poker എന്ന് വിചാരിക്കരുത്, അത് continuous tense അല്ല. Then they got there early. Simple past. And they got really good seats. That also in simple past. We have never been to Asia. Present perfect tense. Nor have we visited Africa. Present perfect tense. Joe made the sugar cookies. Simple past. And Susan decorated them. That also in simple past. The waves were crashing on the shore. Past continuous. It was a lovely sight. അവിടെ എന്ത് പറ്റി? അവിടെ സിമ്പിൾ പാസ്റ്റിലേക്ക് വന്നു. നെക്സ്റ്റ് ക്ലോസ് വന്നു. അതാ ഞാൻ പറഞ്ഞേ, അതൊരു ലോജിക്കാണ് അല്ലെ. മീനിങ്, കറക്റ്റ് മീനിങ് കിട്ടുന്നത് ഏതാണ് അതിലേക്ക് വരും. അപ്പോൾ നമുക്കത് ഓപ്ഷൻസ് ഒക്കെ കിട്ടുമ്പോൾ എക്സാമിനേഷന് സത്യം പറഞ്ഞാൽ എളുപ്പമാണ്. ഞാൻ നിങ്ങൾക്ക് ആ എക്സാമിനേഷന് ചോദിക്കുന്ന പാറ്റേൺ നിങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എനിക്ക് നിങ്ങളുടെ ഒരു ഓക്കെ റെസ്പോൺസ് അതോട് കിട്ടുവാണെങ്കിൽ എളുപ്പമുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ. ഇവിടെ ആൻസർ വന്നു തുടങ്ങി, മിടുക്കരാണല്ലോ. When I opened my eyes, I saw a strange sight. A simple past tense. When I opened my eyes, I saw a strange sight. Second one. If I knew what he wanted. നിങ്ങൾ ഓർക്കുന്നുണ്ടോ കണ്ടീഷണൽ ക്ലോസ് പഠിച്ചത്? If I knew what he wanted. If I knew. If ക്ലോസ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ മെയിൻ ക്ലോസ് I എന്തായിരിക്കും ആൻസർ? Okay, I would not permit. Second one, definitely. Third one, the barber. നാല് ഓപ്ഷൻസ് ഉണ്ട്, രണ്ടെണ്ണം ഫില്ല് ചെയ്യാനുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഏതാന്ന് നോക്കണേ. അപ്പൊ അവിടെ ഒരു ടൈം വേർഡ് ഉണ്ട് അല്ലെ? ടൈം വേർഡ് കണ്ടായിരുന്നു നിങ്ങൾ? ടൈം വേർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണെന്നുള്ളത്. While he, first one, the barber. Third one, cut his finger while he was chopping. ഹാപ്പി ആയിട്ടാ നിങ്ങൾ ആൻസർ പറയുമ്പോ സന്തോഷമുണ്ട്. Fourth one, they out for an evening walk after time word ആണ്. Okay, they went out for an evening after they had taken. Right one. Fifth one, I have a just ഒരു എന്താണ് ടൈം വേർഡ് ആണ്. റീസെന്റ് എന്നൊക്കെ പറയുമ്പോൾ റീസെന്റ് അടുത്തിടയ്ക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലൂ തരുകയാണ്. I have just hired a typewriter and I have learned. Okay, right one, I have learned. Then sixth one, the warden dashed into the room to see what the students. Correct option ഏതാണ്? Fourth one. Okay, went into the room to see what the students were doing. 7, when our train dashed the station, we found that the bridegroom's family, which is the right one. Okay, right. Reached the station, bridegroom's family had been waiting. 8 my friend has many problems. Yet he is cheerful. Okay. Present tense alle, simple present tense. He has appeared for the exam, but he
Has not. Has not. Right answer. They sold the house because, easy one. They sold the house because it was. It was. Very good. I found out that he was lying. Was lying. Okay. Very good. I never thought that. I never thought that I okay. Second one, would. I would. Very good. She replied that she replied that she felt better. She replied, simple past relation. She replied that she felt better. Okay. When John, this semester, he will take a trip to France. Main clause ഏതാണ്? He will take. Future tense. അപ്പോൾ ഇവിടെ ഏത് വരും? Finishes. Right one. As soon as I will make an up. I will. Future tense. Reach. Very good. By the time John, most of the class had left. Past perfect time. Okay, by the time, finished. When the pizza, John was checking his email. ഒരെണ്ണം past continuous ആണ്. Time word ഉണ്ട്. When ഉണ്ട്. ഇവിടെ ആലോചിച്ചേ. When the pizza, ഞാൻ നേരത്തെ പറഞ്ഞു when, use of when ഉപയോഗിക്കുമ്പോൾ ഓക്കെ ഒരെണ്ണം സിമ്പിൾ പാസ്റ്റിലായിരിക്കും, മറ്റേത് പാസ്റ്റ് കണ്ടിന്യൂസിൽ. ഓക്കെ, സോ ഇവിടെ ഇത്രയും എക്സാമ്പിൾസ്, ഈ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിന്നൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ എന്തായാലും നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് ചെയ്തു. കുറെ പേർക്കൊക്കെ ചെയ്യാൻ പറ്റി, ചിലർ ഫാസ്റ്റ് അല്ല, അതുകൊണ്ടാണ്. ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ട് എനിക്കറിയാം, പക്ഷെ അത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് വിഷമമൊന്നും വിചാരിക്കണ്ട. ഓക്കെ, അപ്പോ എന്റെ ഒരു പ്രസന്റേഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പൊ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതുക. ഓക്കെ, സൗമി മിസ്സിനെ കൈമാറുകയാണ്. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. സൗമി മിസ്, ഓക്കെ. മിസ്സേ പറയുന്നുണ്ടോ വല്ലതും? കേൾക്കുന്നില്ലല്ലോ. Are you saying anything? മ്യൂട്ട് ആണേ, സ്വാമി മിസ്സിന്റെ മൈക്ക് മ്യൂട്ടാ. സ്വാമി മിസ്സേ, അതെ, ആ സ്ക്രീൻ ഒന്ന് ടച്ച് ചെയ്തിട്ട് മൈക്ക് ഓൺ ചെയ്യൂ. സ്ക്രീൻ ഒന്ന് ടച്ച് ചെയ്താൽ മൈക്ക് കാണാൻ പറ്റും. ടച്ച് ദ സ്ക്രീൻ, ടച്ച് യുവർ സ്ക്രീൻ, അപ്പൊ മൈക്ക് കാണാൻ പറ്റും. മിസ് മ്യൂട്ടാണ്. യു ടച്ച് ദ സ്ക്രീൻ വൺസ്, അപ്പൊ ആ മൈക്ക് കാണാം, അത് അൺമ്യൂട്ട് ചെയ്താൽ മതി. യു ആർ മ്യൂട്ട്. മിസ്സിന്റെ ഫോട്ടോ ഒന്ന് ടച്ച് ചെയ്തേ. മിസ്സിന്റെ ആ സ്ക്രീനല്ലേ, സ്ക്രീനിലെ മിസ്സിന്റെ സിമ്പിൾ ഐക്കൺ ഒന്ന് ടച്ച് ചെയ്താല് ആ അൺമ്യൂട്ട് ചെയ്യാനുള്ള സിമ്പിൾ വരും, അത് അൺമ്യൂട്ട് ചെയ്താൽ മതി.
സാറേ Okay. ഗുഡ് ഈവനിങ്. ഇപ്പൊ കേൾക്കാമോ? Yes, yes. Clear. അതുകൊണ്ടല്ല സാറേ, ഹോസ്റ്റ് ഇപ്പോഴാണ് അൺമ്യൂട്ട് ചെയ്തത്. ഞാൻ അൺമ്യൂട്ടിന്റെ ഐക്കൺ കണ്ടു, അത് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോസ്റ്റ് ഇപ്പോഴാണ് അൺമ്യൂട്ട് ചെയ്തത്, അതുകൊണ്ടാണ്. Okay. Carry on. ഒന്ന് പറയാമോ? ഓക്കെ, അതെ സാർ. താങ്ക് യു. ഓക്കെ, സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പോ നിങ്ങൾ ഗോഡ്വിൻ സാറിന്റെയും ജൂബി മാമിന്റെയും ക്ലാസ് കേട്ട് കഴിഞ്ഞു. നമ്മള് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങളുടെ ജനറൽ പേപ്പറിൽ ഇംഗ്ലീഷ് ഒരു വലിയ ഒരു ടോപ്പിക്കായിട്ട് തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ മോഡൽ പേപ്പേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അതിൽ ഈ പറഞ്ഞ പോലെ ടെൻസ് ഫോംസ് ഉണ്ട്, ആക്റ്റീവ് പാസീവ് വോയിസ് ഉണ്ട്, പ്രെപ്പോസിഷൻസ് ഉണ്ട്. അതുകൂടാതെ ആന്റണിംസ് ആൻഡ് സിനോണിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനും കൂടെ ഉണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം അല്ലെ? അപ്പൊ ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞ വൊക്കാബുലറി സെക്ഷനിൽ പെടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതിന് നമ്മൾ ടെൻസ് ഫോംസും ഗ്രാമർ പൊതുവെ പഠിക്കുമ്പോൾ നമുക്ക് റൂൾസ് വെച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. പക്ഷെ സിനോണിംസ് ആൻഡ് ആന്റണിംസ് പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇന്ന ഒരു വാക്ക് വന്നാൽ ഇത് ഇങ്ങനെ ആയിരിക്കാം എന്ന് ലോജിക്കലി നമുക്ക് അത് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഇപ്പൊ സാധാരണ നമ്മുടെ ഏത് ഭാഷയിലാണെങ്കിലും വൊക്കാബുലറി ബിൽഡപ്പ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ റീഡിങ് ഹാബിറ്റിലൂടെ ആണല്ലോ. പക്ഷെ ഇനിയിപ്പോ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഇനിയും അടുത്ത മാസം നിങ്ങളുടെ എൻട്രൻസ് എക്സാം ആണ്. ഇനിയിപ്പോ നമുക്ക് വായിച്ച് ഒത്തിരിയധികം വൊക്കാബുലറി ഒന്നും എൻഹാൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാവുന്നത് ധാരാളം ക്വസ്റ്റ്യൻസ്, സിനോണിംസ് ആൻഡ് ആന്റണിംസ്, ഇതുപോലെ ക്വസ്റ്റ്യൻസ് ധാരാളം ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ധാരാളം വാക്കുകൾ അവര് പല സൈറ്റ്സിലും കൊടുത്തിട്ടുണ്ട്. എപ്പോഴും മിക്കവാറും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കുറച്ച് കോമൺ ആയിട്ടുള്ള വാക്കുകളുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നെറ്റിൽ നോക്കി കണ്ട് മനസ്സിലാക്കി പഠിക്കാൻ, മീനിങ് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ കമ്പൈൽ ചെയ്തിരിക്കുന്നതും ഏറ്റവും കൂടുതൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ആന്റണിംസ് ആൻഡ് സിനോണിംസ് ആണ്. അപ്പൊ ആന്റണിംസ് ആൻഡ് സിനോണിംസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു വാക്കിന്റെ പര്യായമാണ്. നമ്മൾ മലയാളത്തിൽ പര്യായങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു വാക്കിന്റെ തന്നെ ഒരേ അർത്ഥമുള്ള മറ്റ് വാക്കുകളാണ് സിനോണിംസ് എന്ന് പറയുന്നത്, അറിയായിരിക്കും. ആന്റണി എന്ന് പറയുന്നത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരു വാക്കിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു വാക്കിനെയാണ് നമ്മൾ ആന്റണിം എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ സ്ക്രീനിൽ ഇത് എന്റെ പ്രസന്റേഷൻ കാണാൻ സാധിക്കുന്നുണ്ടോ? ഗോഡ്വിൻ സർ ഉണ്ടോ? ഹോസ്റ്റ് ആരെങ്കിലും, ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രസന്റേഷൻ കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ കുട്ടികൾ നിങ്ങളെ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇതാണ്, ആന്റണിംസ് ആൻഡ് സിനോണിംസ്. അപ്പോ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഈ സിനോണിം എന്ന വാക്കിന്റെ ഒരു അർത്ഥം ഒന്ന് പറഞ്ഞുതരാം. സിനോണിം is a word that has the same or almost the same meaning as another word. It originates from the Greek word sin, which stands for same, and onym, which means name. Okay, same name എന്ന് അർത്ഥമാക്കുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ സിനോണിം എന്ന് പറഞ്ഞ വാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ജംപ് എന്ന് പറഞ്ഞ സാധാരണ ഒരു സിമ്പിൾ ഇംഗ്ലീഷ് വാക്കാണ് ജംപ്, ചാടുക അല്ലെ? അതിനുള്ള സിനോണിംസ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ലീപ്പ്, ബൗൺസ്, ഹോപ്പ്, ഇതെല്ലാം ജംപ് എന്ന് പറഞ്ഞ വാക്കിന്റെ സിനോണിംസ് ആണ്. ഇനി ആന്റണിം എന്താണ്? ആന്റണിം is a word whose meaning is exactly opposite to another word in the same language. Okay, it originates from the Greek word anti, which stands for opposite, and onym, which stands for name. അപ്പൊ ഓപ്പോസിറ്റ് നെയിം എന്ന് അർത്ഥമാക്കുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ ആന്റണിം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ രണ്ട് സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളും അതിന്റെ വിപരീത വാക്കും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്രൂക്കഡ് എന്ന് പറയുമ്പോൾ വരി തെറ്റിയ എന്നുള്ള അർത്ഥത്തിലാണ് ക്രൂക്കഡ് എന്ന്. നമ്മൾ ക്രൂക്കഡ് ടീത്ത് എന്നൊക്കെ പറയും. പല്ല് കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്ന പല്ലുകളാണ് നമ്മൾ ക്രൂക്കഡ് ടീത്ത് എന്ന് പറയും അല്ലെ? അപ്പൊ അതിന്റെ വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ ആന്റണിമാണ് സ്ട്രെയിറ്റ്. അതുപോലെ തന്നെ കൺസെന്റ് എന്ന് പറഞ്ഞ വാക്ക് നമുക്കറിയാം.
അഗ്രി എന്നാണ്, അതായത് സമ്മതം എന്നുള്ള വാക്കാണ് കൺസെന്റ്. അതിന്റെ വിപരീതം അല്ലെങ്കിൽ ആന്റണിം ആണ് ഒബ്ജക്റ്റ്, അതായത് നമ്മൾ നോ പറയുക, പറ്റില്ല എന്ന് പറയുക. ഓക്കെ, ഇനി എന്തിനാണ് നമ്മൾ ഈ ആന്റണിംസും സിനോണിംസും പഠിക്കേണ്ടത്? ഇംഗ്ലീഷില് നമ്മള് ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല ഏത് ഭാഷയിലാണെങ്കിലും നമുക്ക് നന്നായി ഒരു ഭാഷ കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് വൊക്കാബുലറി ഉണ്ടായിരിക്കണം, അല്ലെ? വളരെ പരിമിതമായിട്ടുള്ള വാക്കുകൾ വെച്ചിട്ട് നമുക്ക് എത്രമാത്രം സെന്റൻസുകൾ എഴുതാൻ പറ്റും? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് എത്രത്തോളം വാക്കുകൾ അധികമായിട്ട് അറിയാമോ അത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് സംസാരിക്കാനും എഴുതാനും സാധിക്കും. അപ്പൊ ഈ ഇപ്പൊ നമ്മള് ഒരു സിനോണിംസ് അറിഞ്ഞു വെച്ചാലുള്ള ഗുണം അല്ലെങ്കിൽ ആന്റണിംസ് അറിഞ്ഞു വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സിമ്പിൾ വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എഴുതുന്നു, പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് നമ്മൾ തെളിയിക്കണമെങ്കിൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സിനോണിംസ്, ഒരു സിമ്പിൾ വാക്കിന്റെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വാക്ക് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ ഭാഷ നന്നാവും. യുവർ ലാംഗ്വേജ് വിൽ അപ്പിയർ റിച്ചർ ആൻഡ് മോർ കളർഫുൾ. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റൂൾസ് ഒന്നുമില്ല ഇതില്, കണ്ട് മനസ്സിലാക്കാനോ ഓർത്തിരിക്കാനോ റൂൾസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ നേരെ സാധാരണ പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസിലേക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള വാക്കുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരിക. ചൂസ് ദ കറക്റ്റ് സിനോണിം ഓഫ് ദ ഗിവൻ വേർഡ്. ഇപ്പൊ ആദ്യത്തെ വേർഡാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. ഒരു വാക്ക് തരും, 4 ഓപ്ഷൻസും തരും. അപ്പൊ നമ്മൾ ഇതില് ഈ ആദ്യത്തെ വാക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മീനിങ് കണ്ടുപിടിക്കുക. ആ കറക്റ്റ് ഓപ്ഷൻ നമ്മളവിടെ ചൂസ് ചെയ്യുക. അതാണ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ആദ്യം വന്നിരിക്കുന്ന വാക്ക് സർക്കംസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ്. ഇപ്പൊ നിങ്ങൾ അത്ര ഫെമിലിയർ ആയിരിക്കില്ല ഈ വാക്ക്, കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള വാക്കാണ് സർക്കംസ്പെക്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാനും ഓർത്തിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ വാക്ക് ഞാനൊരു സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്, പിന്നെ ഏറ്റവും അവസാനം അതിന്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ 4 ഓപ്ഷൻസ് ഇങ്ങനെയാണ്: വയലൻസ്, കെയർഫുൾ, ഹേറ്റ്രെഡ്, ഡിസ്പ്ലീസിങ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ്. അപ്പൊ ഈ സെന്റൻസ് നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മീനിങ് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആസ് എ ഫോറിൻ മിനിസ്റ്റർ ഹി വാസ് ഡൈനമിക് ആൻഡ് സർക്കംസ്പെക്ട്. ഓക്കെ, അപ്പൊ ഫോറിൻ മിനിസ്റ്റർ എന്നല്ല, ഏതൊരു ലീഡറിനും വേണ്ട ക്വാളിറ്റിയാണ് ഡൈനമിക് ആയിരിക്കണം, എല്ലാവരെയും തന്നിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു മാസ്മരികത ഉണ്ടായിരിക്കണം, അത് കൂടാതെ കെയർഫുൾ ആയിരിക്കണം. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചും സംസാരം മാത്രമല്ല നമ്മളെ പെരുമാറ്റത്തിലും നമ്മൾ സൂക്ഷിക്കണം, അല്ലെ? അപ്പൊ കെയർഫുൾ എന്നുള്ള ഒരു അർത്ഥമാണ് ആ വാക്കിന്. സർക്കംസ്പെക്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കെയർഫുൾ എന്നാണ്. അപ്പൊ ഞാൻ അവിടെ വേറെ 2 ഒരു അർത്ഥവും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. സർക്കംസ്പെക്ട് എന്ന് പറയുമ്പോൾ കോഷ്യസ് ഓർ കെയർഫുൾ. ഓക്കെ, ഇനി vociferous is another word which usually comes for competitive exams. ഈ vociferous എന്ന് പറഞ്ഞ ഒരു adjective ആണ്, ഒരു നൗണിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പം 4 ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്: വയലന്റ്, ലൗഡ്, സീക്രട്ട്, ട്രൂ. അപ്പൊ ഇവിടെ സെന്റൻസ് നമുക്ക് അനലൈസ് ചെയ്യാം. ഹി ഈസ് ഹർ മോസ്റ്റ് vociferous critic. ഓക്കെ, ഹി ഈസ് ഹർ മോസ്റ്റ് vociferous critic. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസ് നോക്കിയാൽ വയലന്റ്, ലൗഡ്, സീക്രട്ട്, ട്രൂ എന്നുള്ള 4 ഓപ്ഷൻസിൽ ലൗഡ് ആണ് അവിടെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സിനോണിം എന്ന് പറയുന്നത്. വോസിഫറസിന്റെ സിനോണിം എന്ന് പറയുന്നത് ലൗഡ് ആണ്. ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന, ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് വോസിഫറസ്. അപ്പം വോസിഫറസിന് ഞാൻ വേറെ 2 അർത്ഥവും കൂടെ അവിടെ കാണിച്ചിട്ടുണ്ട്. വോക്കൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ് സംസാരിക്കുക എന്നുള്ളതാണ് വോക്കൽ. ഔട്ട് സ്പോക്കൺ, ഇതൊക്കെ സിനോണിംസ് ആണ്. ഈ വോസിഫറസിന്റെ സിനോണിംസ് ആണ് ലൗഡ്, വോക്കൽ, ഔട്ട് സ്പോക്കൺ എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത വാക്ക് ഇംപെറ്റസ് എന്ന് പറഞ്ഞ വാക്കും ഇതുപോലെ തന്നെ അഡ്ജക്റ്റീവ് ആണ്. 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു: വയലന്റ്, റിസോഴ്സ്ഫുൾ, പ്ലീസിംഗ്, റാഷ്. സോ വെൻ യു യൂസ് ഇറ്റ് ഇൻ എ സെന്റൻസ്, ദിസ് ഇസ് എ വേ ഇറ്റ് ഗോസ്. She might live to regret this impetuous decision. അപ്പൊ ആ സെന്റൻസിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയൊരു സൂചന കിട്ടിക്കാണും. ഇംപെറ്റസ്, ഷീ മൈറ്റ് ലിവ് ടു റിഗ്രറ്റ് ദിസ് ഇംപെറ്റസ് ഡിസിഷൻ. അപ്പൊ പെട്ടെന്ന് എടുത്ത തീരുമാനം അവള് പിന്നീട്
റിഗ്രറ്റ് ചെയ്യുക അല്ലെങ്കിൽ പശ്ചാത്തപിക്കും എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ 4 ഓപ്ഷൻസിൽ റാഷ് എന്നുള്ള വാക്കാണ് അവിടെ സിനോണിമായിട്ട് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇംപെറ്റസിന് വേറെ 2 സിനോണിംസ് ഉള്ളത്. ഇംപൾസീവ്, എടുത്തു ചാട്ടം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇംപൾസീവ്. ഓൾസോ another word is hasty. Another adjective is vapid. Vapid എന്ന് പറയുന്നതിന് 4 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. Virtuous, priceless, dull, vital. So let's use that in a sentence. His conversation was vapid in the extreme. അപ്പോ വാപ്പിഡ് ഇൻ ദ എക്സ്ട്രീം, അപ്പൊ ഡൾ അല്ലെങ്കിൽ ബോറിംഗ് എന്നുള്ള അർത്ഥത്തിലാണ് വാപ്പിഡ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് സംസാരത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതുമ്പോഴോ ഒക്കെ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കുകളല്ല ഇത്. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഇംപ്രസീവ് ആയിരിക്കും. ഈ വായിക്കുന്ന ആൾക്ക് ഈ കുട്ടി നല്ല വായനാശീലമുള്ള, നല്ല ലാംഗ്വേജ് ഉള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ആ സെന്റൻസ്. ഹിസ് കോൺവെർസേഷൻ വാസ് വാപ്പിഡ് ഇൻ ദ എക്സ്ട്രീം. വാപ്പിഡ് എന്ന് പറഞ്ഞാൽ ഡൾ, വെരി ബോറിംഗ്. ഓക്കെ, അടുത്തൊരു വാക്ക് പ്ലാസിഡ്. പ്ലാസിഡ് എന്നുള്ള വാക്കിന് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വൈറ്റൽ, കാം, നെഗ്ലെക്ട്, ഇഗ്നോർ. ഞാൻ ഇവിടെ കുറച്ച് പിക്ചേഴ്സും നിങ്ങൾക്ക് സൂചനകളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ചിലപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഗസ് ചെയ്യാൻ പറ്റും. പ്ലാസിഡ് എന്ന് പറയുമ്പോൾ ഹി വാച്ച്ഡ് ദ പ്ലാസിഡ് സർഫസ് ഓഫ് ദ സീ. പ്ലാസിഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം കാം ഓർ ട്രാങ്ക്വിൽ അല്ലെങ്കിൽ സെറീൻ. ഇങ്ങനത്തെ സിനോണിംസ് ഒക്കെ പ്ലാസിഡിന് നമുക്ക് ഉപയോഗിക്കാം. ശാന്തമായ, മലയാളത്തിൽ നമ്മൾ പ്ലാസിഡിന് ഒരു വാക്ക് പറയുകയാണെങ്കിൽ ശാന്തം എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ അടുത്തത് ക്ലെമൻസി. ക്ലെമൻസി നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയുക, ഒരു കോടതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വാക്കാണ്. കാരണം ഇതിന്റെ അർത്ഥം മേഴ്സി എന്നാണ്. മേഴ്സി അല്ലെങ്കിൽ ദയ, സിമ്പത്തി, പിറ്റി എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഈ 4 ഓപ്ഷൻസിൽ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ അവിടെ എ ആണ്. മേഴ്സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഞാനത് സെന്റൻസിൽ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. ഷീ അപ്പീൽ ടു ദ ജഡ്ജ് ഫോർ ക്ലെമൻസി. അപ്പൊ ജഡ്ജിന്റെ അടുത്ത്, അതായത് കോടതിയിലുള്ള ജഡ്ജിയുടെ അടുത്ത് ദയക്ക് വേണ്ടിയിട്ട് യാചിച്ചു അല്ലെങ്കിൽ അപ്പീൽ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, ആ സെന്റൻസിന്റെ അർത്ഥം. 2 സിനോണിംസ് അവിടെ കൊടുത്തിരിക്കുന്നത് പിറ്റി, സിമ്പത്തി. അപ്പൊ ഈ പിറ്റി, സിമ്പത്തി ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളായിരിക്കും അല്ലെ. കുറച്ചും കൂടെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ക്ലെമൻസി കുറച്ചും കൂടെ കോംപ്ലെക്സ് ആയിട്ടുള്ള സെയിം അർത്ഥമാക്കുന്ന വാക്കാണ്. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുത്തിലൊക്കെ ഈ ക്ലെമൻസി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇംപ്രസീവ് ആയിരിക്കും. അടുത്ത വാക്ക് ഡോൾഫുൾ. ഡോൾഫുൾ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. യങ്, സോറോഫുൾ, ഫോർടെൽ, ഗെയിൻ. അപ്പോൾ സെന്റൻസിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. മൈ മദർ ഹാഡ് എ ഡോൾഫുൾ ഫേസ് ആഫ്റ്റർ മൈ ഫാദർ പാസ്ഡ് അവേ. അപ്പൊ ഈ പെൺകുട്ടി ഇവിടെ ഇരിക്കുന്നത് കണ്ടോ, തലയിൽ കൈവച്ച് സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം ഡോൾഫുൾ, അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്കൊരു ഡോൾഫുൾ ഫേസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അതിലെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അല്ലെ. സോറോഫുൾ എന്നുള്ള വാക്കാണ്, ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള സിനോണിം. അപ്പൊ വേറെ 2 സിനോണിം താഴെ കൊടുത്തിരിക്കുന്നു. മെലങ്കോളിക് ആൻഡ് ഡിപ്രസ്ഡ്. ഓക്കെ, another word is fritter. fritter എന്ന് പറയുന്നത് verb ആണ്, adjective അല്ല, verb ആണ്. അപ്പോ 4 ഓപ്ഷൻസ് ഏതൊക്കെയാണ്? വേസ്റ്റ്, സേവ്, വീക്ക്, റെസിസ്റ്റ്. അപ്പൊ സെന്റൻസിൽ ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു. ഐ സീം ടു ഫ്രിറ്റർ മൈ ടൈം അവേ ഡ്യൂറിങ് കോഫി ബ്രേക്സ്. ഐ സീം ടു ഫ്രിറ്റർ മൈ ടൈം അവേ ഡ്യൂറിങ് കോഫി ബ്രേക്സ്. കോഫി ബ്രേക്സിന്റെ സമയത്ത് ഞാൻ എൻ്റെ സമയം ഫ്രിറ്റർ ചെയ്ത് കളയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. വേസ്റ്റ് ചെയ്യുന്നു. ഫ്രിറ്റർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വേസ്റ്റ് ചെയ്യുന്നു. ഫ്രിറ്ററിന് 2 സിനോണിംസ് അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മിസ്യൂസ് ആൻഡ് സ്ക്വാണ്ടർ. യു സ്ക്വാണ്ടർ അവേ യുവർ മണി, യു സ്ക്വാണ്ടർ അവേ യുവർ ടൈം. അങ്ങനെയൊക്കെ സാധാരണ ചിലപ്പോൾ നിങ്ങൾ ചില സെന്റൻസുകളിൽ കണ്ടു കാണും. അതിന്റെ വേറൊരു വാക്കാണ് ഫ്രിറ്റർ. അടുത്ത വാക്ക് കാൻഡിഡ്. കാൻഡിഡ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. കാരണം നമ്മൾ ഈ പിക്ചേഴ്സ് എടുക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ ഇടുമ്പോൾ നമ്മൾ പറയും കാൻഡിഡ് പിക്ചേഴ്സ്. യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ വളരെ വളരെ
പോപ്പുലർ ആയിട്ടുള്ള ഒരു വാക്കാണ് കാൻഡിഡ്. കാൻഡിഡ് പിക്ചേഴ്സ് ഇടണം, അതിനാണ് ഇപ്പോ ഭയങ്കര മാർക്കറ്റ് എന്നൊക്കെ എന്റെ മക്കളൊക്കെ എന്നോട് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ കാൻഡിഡ് നമുക്കറിയാം, ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്, ഫ്രാങ്ക് ആണ്. അതായത് അങ്ങനെ എന്താ പറയാ, ഒളിച്ചു കളികളൊന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് കാഷ്വൽ ആയിട്ട്, അങ്ങനെ നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ചൊന്നും ചെയ്യുന്നതല്ല, അത് നമ്മൾ എങ്ങനെയാണോ നാച്ചുറൽ ആയിട്ട് അങ്ങനെ തന്നെ വരിക, അതിനാണ് കാൻഡിഡ് എന്ന് പറയുക. അപ്പൊ ഇവിടെ ഒരു സെന്റൻസിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ലെറ്റ് മീ ഹിയർ യുവർ കാൻഡിഡ് ഒപ്പീനിയൻ, അതായത് ലെറ്റ് മീ ഹിയർ യുവർ ഫ്രാങ്ക് ഒപ്പീനിയൻ, അതായത് നിങ്ങളുടെ ശരിയായിട്ടുള്ള ഒപ്പീനിയൻ, നിങ്ങൾ തുറന്ന് സംസാരിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് കാൻഡിഡ് ഒപ്പീനിയൻ എന്ന് പറയുക. രണ്ട് വേറെ സിനോണിംസ് നമുക്ക് പറയാം, ഓപ്പൺ, ബ്ലണ്ട്, ഇതൊക്കെ കാൻഡിഡിന്റെ സിനോണിംസ് ആണ്. അടുത്ത വാക്ക് ഫ്ലിംസി. ഫ്ലിംസി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഫെമിലിയർ ആവാൻ സാധ്യതയുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കാണ്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു, ഫണി, ഇറാഷണൽ, ഫ്രജൈൽ, പാർട്ടിസൺ. ഓക്കെ, അപ്പൊ ഇവിടെ ഫ്ലിംസിയുടെ കറക്റ്റ് ഓപ്ഷൻ സി ആണ്, ഫ്രജൈൽ ആണ്. ഇവിടെ നമ്മൾ സെന്റൻസിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നു, സ്നോ ക്രഞ്ച്ഡ് അണ്ടർ ഹെർ ഫീറ്റ് ആൻഡ് ക്വിക്ലി സോക്ഡ് ഹെർ ഫ്ലിംസി സ്ലിപ്പേഴ്സ്. ഓക്കെ, ആ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലായി കാണും. അതായത് ഈ ഒരു പെൺകുട്ടി ഇതുപോലെ മഞ്ഞിൽ കൂടെ നടക്കുമ്പോൾ എന്ത് പറ്റി, അവളുടെ സ്ലിപ്പേഴ്സ് വളരെ ഫ്ലിംസി ആയിരുന്നു, ഫ്രജൈൽ ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ അത് നനഞ്ഞു, ഈ സ്നോയില് കൂടെ നടന്നതുകൊണ്ട്. ഫ്ലിംസി അല്ലെങ്കിൽ ഫ്രജൈൽ ആയിട്ടുള്ള സ്ലിപ്പേഴ്സ് ആയിരുന്നു. അപ്പൊ ഫ്ലിംസിയുടെ വേറെ അർത്ഥങ്ങള് നമുക്ക് പറയാം, സിനോണിംസ് ബ്രേക്കബിൾ, ഇൻസബ്സ്റ്റാൻഷ്യൽ എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്തത് ഹയാറ്റസ്. ഹയാറ്റസ് എന്ന് പറയുന്നത്, ഹയാറ്റസിന് 4 ഓപ്ഷൻസ് അവിടെ കൊടുത്തിരിക്കുന്നു, ഗ്യാപ്പ്, കണ്ടെംപ്റ്റ്, ടൈറ്റ്, നാരോ. അപ്പോ ഹയാറ്റസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ആ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ആഫ്റ്റർ എ 6-year hiatus, the band has released a new album. Okay, after a 6-year hiatus, the band has released a new album. അപ്പൊ അവിടെ നമുക്ക് ആ സെന്റൻസിൽ നിന്നും നമുക്ക് ആ സൂചന കിട്ടും, ഹയാറ്റസ് എന്ന് പറയുന്ന ഗ്യാപ്പ് ആണ്, അല്ലെങ്കിൽ ബ്രേക്ക് ആണ്, അല്ലെങ്കിൽ ഇന്റർവെൽ. ഇതൊക്കെ ഹയാറ്റസിന്റെ സിനോണിംസ് ആണ്. ഓക്കെ, ഒരു നീണ്ട ഇടവേള എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അടുത്ത വാക്ക് മെഗ്നാനിമസ്. മെഗ്നാനിമസ്, ഞാൻ ഈ പിക്ചേഴ്സ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലൂസ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ പിക്ചേഴ്സ് കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഗസ് ചെയ്യാൻ സാധിക്കും. മെഗ്നാനിമസ് 4 ഓപ്ഷൻസ്, ജനറസ്, സ്പെൻത്രിഫ്റ്റ്, മൈസർലി, ഇറിറ്റബിൾ. സെന്റൻസിൽ ഇങ്ങനെ വന്നിരിക്കുന്നു, ഹി വാസ് മെഗ്നാനിമസ് ഇൻ ഡിഫീറ്റ് ആൻഡ് പ്രൈസ്ഡ് ഹിസ് ഓപ്പണന്റ്സ് സ്കിൽ. ഒരു വ്യക്തി, അയാള് തോൽവിയിൽ പോലും വളരെ മെഗ്നാനിമസ് ആയിട്ട് മറ്റേ ആളുടെ, എതിരാളിയുടെ സ്കില്ലിനെ പ്രശംസിച്ചു. അപ്പൊ അവിടെ നമുക്കറിയാം മാഗ്നാനിമസ് എന്ന് പറയുന്ന എ ആണ് കറക്റ്റ് ഓപ്ഷൻ, ജനറസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. ഓക്കെ, അതായത് വളരെ ഒന്നും പുറകിലേക്ക് വലിക്കാതെ വളരെ നന്നായി തന്നെ വേറൊരാളെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രേസ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് മെഗ്നാനിമസ്. അതിന് വേറെ 2 സിനോണിംസ് അവിടെ കൊടുത്തിരിക്കുന്നു, ബെനവലന്റ് ആൻഡ് ചാരിറ്റബിൾ. അടുത്ത വാക്ക്, ഇത് അത്ര കോമൺ വാക്കല്ല, പ്രൊമൾഗേറ്റ്. പ്രൊമൾഗേറ്റ് 4 ഓപ്ഷൻസ് വന്നിരിക്കുന്നു, ജനറസ്, സാക്രിഫൈസ്, ഡിമാൻഡ്, പ്രൊക്ലെയിം. അപ്പോൾ സെന്റൻസ് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. അവിടെ ഞാൻ ലൗഡ് സ്പീക്കറിന്റെ ഒക്കെ കുറച്ച് പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കും. Her ideas have been widely promulgated on the internet. അപ്പൊ promulgate എന്ന് പറഞ്ഞാൽ അവിടെ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, proclaim. Okay, another two other synonyms are propagate and circulate. ഓക്കെ, അപ്പൊ ആ സെന്റൻസിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ? അതായത് ആ പെൺകുട്ടിയുടെ ഐഡിയാസ് ഇന്റർനെറ്റില് ഭയങ്കരമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട്, സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയോ ആളുകൾ ഷെയർ ചെയ്ത് അങ്ങനെ അത് ഒത്തിരി അധികം റീച്ച് കിട്ടിയ ഒരു ഐഡിയാസ് ആണ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ പ്രൊമൾഗേറ്റിന്റെ അർത്ഥം പ്രൊക്ലെയിം. ഇനി അടുത്ത വാക്ക് കമ്പെൻഡിയം. കമ്പെൻഡിയം എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. അതിന് 4 ഓപ്ഷൻസ് ഉണ്ട്, ഗ്ലോസറി, കളക്ഷൻ, ഇൻഡെക്സ്, സമറി. ഓക്കെ, അപ്പൊ അവിടെ കമ്പെൻഡിയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു
കമ്പൈലേഷൻ ആണ്. കുറേ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെക്കുന്നതിനാണ് ഒരു കമ്പൻഡിയം എന്ന് പറയുന്നത്. അപ്പൊ ഈ സെന്റൻസ് നോക്കിക്കേ, ദിസ് എൻസൈക്ലോപീഡിയ ഇസ് ട്രൂലി എ കമ്പൻഡിയം ഓഫ് നോളജ്. അപ്പൊ അതിന്റെ അർത്ഥം ഈ എൻസൈക്ലോപീഡിയ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ഒരുമാതിരിപ്പെട്ട ജനറൽ നോളജ് എല്ലാം കൂടെ കൂടിച്ചേർന്ന് വരുന്ന ഒരു പുസ്തകമാണ് എൻസൈക്ലോപീഡിയ. അപ്പൊ നമ്മൾ പറയാം എൻസൈക്ലോപീഡിയ ഇസ് ട്രൂലി എ കമ്പൻഡിയം ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും കൂടെ ഉള്ളൊരു കളക്ഷൻ ആണ്, അല്ലെങ്കിൽ കമ്പൈലേഷൻ ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എന്ന് പറയുന്നത്, ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. കളക്ഷൻ ആണ് കമ്പൻഡിയം എന്നുള്ള വാക്കിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്ത വാക്ക് നേസെന്റ്. നേസെന്റ് ഈ പറഞ്ഞ പോലെ അഡ്ജക്റ്റീവ് ആണ്. 4 ഓപ്ഷൻസ് അവിടെ കൊടുത്തിരിക്കുന്നു. ഗ്രേസ്ഫുൾ, എമർജിങ്, ഗിഡി, അതർ വേൾഡ്ലി. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സെന്റൻസ് ദേർ. A nascent nationalist movement is emerging in Ukraine. യുക്രൈൻ നിങ്ങൾക്കറിയാം, ഇപ്പോ റഷ്യ അറ്റാക്ക് ചെയ്ത ഒരു രാജ്യമാണ്. ഇപ്പോ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും അവർക്ക് സഹായം ഓഫർ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ സെന്റൻസ് എങ്ങനെയാണ്? A nascent nationalistic movement is emerging in Ukraine എന്ന് പറഞ്ഞാൽ എന്താ? നേസെന്റ് എന്ന് പറഞ്ഞാൽ ബഡിങ് ഓർ ഡെവലപ്പിംഗ്. അതായത് യുക്രൈനിൽ ഇത്രയും നാളും ഒരു നാഷണലിസ്റ്റിക് മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിന്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. ചെറിയൊരു രാജ്യമാണ്, വളരെ സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യമാണ്. പക്ഷെ വേറൊരു രാജ്യം കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് നാഷണലിസ്റ്റിക് സ്പിരിറ്റ് അവർക്ക് അപ്പോഴാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എമർജിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബഡിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു നാഷണലിസ്റ്റിക് മൂവ്മെന്റ് അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ നേസെന്റ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എമർജിങ് എന്നുള്ളതാണ്. അതായത് തുടങ്ങിയ, ഈ അടുത്ത് തുടങ്ങിയ. അതുകൊണ്ടാണ് നമ്മൾ വേറെ സിനോണിംസ് ഇവിടെ കൊടുത്തത്. ബഡിങ്, അതായത് തുടക്കകാലം, ആരംഭകാലം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി ഈ വാക്ക് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പരിചയം ഉണ്ടായിരിക്കാം. കരിസ്മ. കരിസ്മ നമ്മൾ സാധാരണ ഒരു വ്യക്തി, ഒരു ലീഡറിനെ ഒക്കെ നമ്മൾ എന്താ പറയുക, ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കരിസ്മ. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. എൻതൂസിയാസ്റ്റിക്, അനോയിങ്, സ്മൂത്ത്, ചാം. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ 2 വാക്കുകൾ വളരെ സിമിലർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഇപ്പൊ തന്നെ ഈ 4 ഓപ്ഷൻസിൽ നിങ്ങൾ എൻതൂസിയാസ്റ്റിക് ആണെന്നും ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം. പക്ഷെ എൻതൂസിയാസ്റ്റിക്കിന്റെ അർത്ഥം എനർജറ്റിക് ആണ്, ഭയങ്കര എനർജിയാണ്, എപ്പോഴും ഇങ്ങനെ ബബ്ലി ആയിട്ട് ഓടി ചാടി നടക്കുന്നവരെയാണ് എൻതൂസിയാസ്റ്റിക് എന്ന് പറയുന്നത്. കരിസ്മ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചാമാണ്. എന്ന് വെച്ചാൽ ആളുകളെ വീഴ്ത്താനുള്ള ഒരു കഴിവ്, സംസാരത്തിലൂടെയും അവരുടെ പെരുമാറ്റത്തിലൂടെയും ഒക്കെ വീഴ്ത്താനുള്ള കഴിവിനെയാണ് കരിസ്മ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, ചാം ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സെന്റൻസ് ദേർ. ഹിസ് സക്സസ് ഇസ് ലാർജ്ലി ഡ്യൂ ടു ഹിസ് കരിസ്മ. ആ വ്യക്തിയുടെ ചാം, അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി, ആ ഓറ, അത് കാരണമാണ് അദ്ദേഹത്തിന് ഇത്രയധികം സക്സസ്ഫുൾ ആവാൻ സാധിച്ചത്. അടുത്ത വാക്കാണ് എബുലിയന്റ്. എബുലിയന്റ് അഡ്ജക്റ്റീവ് ആണ്. അവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. എൻതൂസിയാസ്റ്റിക്, ഫൊഗെറ്റ്ഫുൾനെസ്, ക്യൂരിയസ്, ബ്യൂട്ടിഫുൾ. അപ്പൊ അവിടെ എബുലിയന്റ് എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ ആ പിക്ചേഴ്സ് കണ്ടാൽ നിങ്ങൾക്കറിയാം. എൻതൂസിയാസ്റ്റിക്, എനർജറ്റിക്, ബോയന്റ്, ബബ്ലി, ഇതൊക്കെ ഇതിന്റെ സിനോണിംസ് ആണ്. ഓക്കെ, അപ്പോ സെന്റൻസ് ഇങ്ങനെയാണ്. ഷ്യാം ഓൾവേസ് ഫീൽസ് എബുലിയന്റ് ആഫ്റ്റർ ഹിസ് വർക്ക്ഔട്ട്സ്. ചിലവർക്ക് വർക്ക്ഔട്ട്സ് ചെയ്ത് കഴിയുമ്പോൾ ആകെപ്പാടെ ക്ഷീണമാണ്, പിന്നെ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളതാണ്. പക്ഷെ ചില വ്യക്തികൾക്ക് അങ്ങനെയല്ല. വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ നടക്കാൻ പോയതിനു ശേഷമായിരിക്കും അവർക്ക് ഭയങ്കര എന്തൂസിയാസം, എനർജി ഉണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഷ്യാം ഓൾവേസ് ഫീൽസ് എബുലിയന്റ് ഓർ enthusiastic or buoyant or bubbly after his workouts. So the right option there is enthusiastic. Okay. Next one is exorbitant. Exorbitant, again, I think you might be familiar with this word, exorbitant. എക്സസീവ് ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. എക്സസീവ്, അധികമായിട്ടുള്ള. അപ്പൊ ഇവിടെ സെന്റൻസ് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം പിടികിട്ടും. ഇറ്റ്സ് എ ഗുഡ് ഹോട്ടൽ ബട്ട് ദ പ്രൈസസ് ആർ എക്സോർബിറ്റന്റ്. നല്ല ഹോട്ടലൊക്കെയാണ്, പക്ഷെ പ്രൈസ് എക്സസീവ് ആണ്, അധികമായിട്ടുള്ള പ്രൈസ് ആണ് അവർ ചാർജ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് എക്സോർബിറ്റന്റ്. സോ ദ അതർ സിനോണിംസ് ആർ എനോമസ്,
or huge, sky high, ഇതൊക്കെ നമുക്ക് എക്സോർബിറ്റന്റിന്റെ സിനോണിംസ് ആയിട്ട് പറയാം. അടുത്ത വാക്ക് കണ്ടോൺ. കണ്ടോൺ സാധാരണ നമ്മൾ സ്കൂളുകളിലും എന്ന് വെച്ചാൽ ചില ഓർഗനൈസേഷൻസിലൊക്കെ നമ്മൾ ഈ വാക്ക് സാധാരണ ഉപയോഗിക്കും. നമ്മളിപ്പോ ഡയറിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റൂൾസിന്റെ കൂടെ ഈ വാക്ക് സാധാരണ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് വെറുതെ സപ്പോർട്ട് അല്ല കേട്ടോ, അതായത് ശരിയായിട്ടുള്ള കാര്യങ്ങള് സപ്പോർട്ട്, അതായത് എന്താ പറയാ, ഔട്ട് ഓഫ് ദ വേ, ഇല്ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് കണ്ടോൺ എന്ന് പറയുക. ഓക്കെ, അപ്പം ഈ സെന്റൻസ് നോക്കിക്കേ, ദ സ്റ്റേറ്റ് ഡസ് നോട്ട് കണ്ടോൺ വയലൻസ്. സ്റ്റേറ്റ്, ഈ രാജ്യം അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് വയലൻസിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ നമ്മൾ കണ്ടോൺ ചെയ്യാന്ന് പറയുന്ന സാധാരണ എന്താ ഡെലിൻക്വന്റ് ബിഹേവിയർ, അതായത് ഇപ്പൊ സ്കൂളിൽ നിന്നും ക്ലാസ് കട്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ടീച്ചറിന്റെ അടുത്ത് തർക്കുത്തരം പറയുക, ഇത്തരം ബിഹേവിയർ സാധാരണ നമുക്ക് അക്സെപ്റ്റബിൾ അല്ലല്ലോ. അത്തരം ബിഹേവിയറിനെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് ഈ വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. അപ്പൊ സ്കൂള് ഇത്തരം ബിഹേവിയർ കണ്ടോൺ ചെയ്യാറില്ല, സപ്പോർട്ട് ചെയ്യാറില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാക്ക് സാധാരണ ഉപയോഗിക്കുക. അപ്പൊ അതിന് മറ്റ് രണ്ട് സിനോണിംസ് അക്സെപ്റ്റ്, പാർഡൻ. അപ്പം നമ്മൾ കണ്ണടക്കുക എന്നുള്ളതാണ്. ശരിക്കും മലയാളത്തിൽ നമ്മൾ ഇപ്പൊ ചില അമ്മമാരും അല്ലെങ്കിൽ പേരൻസ് ഉണ്ടല്ലോ, ഇപ്പൊ പിള്ളേര് ചിലപ്പോൾ എന്ത് കാണിച്ചാലും ചിലപ്പോൾ അവരങ്ങ് കണ്ണടയ്ക്കുക, ആ പോട്ടെ എന്ന് വിചാരിക്കുക. അത് സപ്പോർട്ട് ചെയ്യാം, ചെയ്യാൻ പാടില്ലാത്ത കാര്യം സപ്പോർട്ട് ചെയ്യാം. അത്തരം കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ കണ്ടോൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത വാക്ക് എറുഡൈറ്റ്. എറുഡൈറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അക്കാഡമിക് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ, സ്കോളർലി, സ്റ്റുഡിയസ് എന്നുള്ള വാക്കാണ്, എന്നുള്ള അർത്ഥത്തിലാണ് എറുഡൈറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്, അക്കാഡമിക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സെന്റൻസ്. ദ എറുഡൈറ്റ് സ്റ്റുഡന്റ് ഗ്രാജുവേറ്റഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹർ ക്ലാസ്. ഓക്കെ, ദാറ്റ് മീൻസ് ദ സ്കോളർലി ഓർ ദ ഇന്റലക്ച്വൽ സ്റ്റുഡന്റ് graduated at the top of her class. Next one is proliferation. Proliferation, the options are multiplication, devastation, discomfiture, deduction. Proliferation എന്ന് പറഞ്ഞാൽ multiplication എന്നാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. അവിടെ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ സെന്റൻസ് നോക്കിയാൽ അറിയാം, the past few years have seen the proliferation of TV channels. അപ്പൊ ടി വി ചാനൽസിന്റെ ഒരു അതിപ്രസരമാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുക, അല്ലെ? എന്തുമാത്രം മലയാളം ചാനൽസ് തന്നെ കാണും, 10-20 ചാനൽസോളം കാണും, അല്ലെ? അപ്പൊ അത് എന്താ പറയുക, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓരോ 2 വർഷം കൂടുന്തോറും നമുക്ക് പിന്നെയും പുതിയ പുതിയ ചാനൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അർത്ഥത്തിലാണ് പ്രോളിഫറേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. വേറെ രണ്ട് സിനോണിംസ് എക്സ്പാൻഷൻ, പ്രൊപ്പഗേഷൻ. ഓക്കെ, another word is redeem. Redeem എനിക്ക് തോന്നുന്നു കുറച്ച് കോമൺ ആയിട്ടുള്ള വാക്കാണ്, നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. ഇത് ഇവിടെ നമ്മൾ റിഡീം, കൂപ്പൺ റിഡീം ചെയ്യാന്നൊക്കെ പറയും, അല്ലെ? നമ്മൾ പല കടകളിലൊക്കെ പോകുമ്പോൾ കൂപ്പൺ തന്നിട്ട് അവർ പറയും അടുത്ത മാസം വന്നാൽ നിങ്ങൾക്ക് ഈ കൂപ്പൺ റിഡീം ചെയ്യാൻ സാധിക്കുമെന്ന് പറയും, അല്ലെ? അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഡി ആണ്, റിക്കവർ. അതായത് ഈ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ ഇവിടെ സെന്റൻസ് നോക്കിക്കേ, ഷീ ഈസ് ഗോയിങ് ടു റിഡീം ഹർ ഡയമണ്ട് റിംഗ്. അതായത് ഡയമണ്ട് റിംഗ് പണയം വെച്ചിട്ടുണ്ടാവാം, അത് തിരിച്ചെടുക്കുകയാണ്, റിക്കവർ ചെയ്യുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് സെന്റൻസ് അവിടെ വന്നിരിക്കുന്നത്. വേറെ രണ്ട് സിനോണിംസ് റെസ്ക്യൂ, റിട്രീവ് എന്ന രണ്ട് സിനോണിംസ് വേറെയും നമുക്ക് പറയാം. അടുത്ത സിനോണിം റെട്രിബ്യൂഷൻ. റെട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പണിഷ്മെന്റ് ആണ്. ഓക്കെ, സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇവിടെ നമ്മുടെ സെന്റൻസ് നോക്കിയാൽ, ഹി ഡിസൈഡഡ് ടു ബാക്ക് ഡൗൺ ഇൻ ഫിയർ ഓഫ് വയലന്റ് റെട്രിബ്യൂഷൻ. അപ്പോ അതിന്റെ അർത്ഥം, ആ സെന്റൻസിന്റെ അർത്ഥം, അദ്ദേഹം പെട്ടെന്ന് തന്നെ പിൻവാങ്ങാൻ തീരുമാനിച്ചു, കാരണം ഭയങ്കര വയലന്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള റിവെഞ്ച്, തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് അദ്ദേഹം പിൻവാങ്ങാൻ തീരുമാനിച്ചു. അതാണ് സെന്റൻസിന്റെ അർത്ഥം. നമുക്ക് റെട്രിബ്യൂഷന് വേറെ രണ്ട് സിനോണിംസ് കൊടുക്കാൻ സാധിക്കുന്ന പെനാൽറ്റി, റിവെഞ്ച് എന്നുള്ള രണ്ട് സിനോണിംസ് നമുക്ക് കൊടുക്കാം. അടുത്ത വാക്ക് ആന്റിതെസിസ്. ആന്റിതെസിസ് അതിന്റെ അർത്ഥം ഓപ്പോസിറ്റ് എന്നാണ്. ഓക്കെ, ഓപ്പോസിറ്റ്. ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സെന്റൻസ്. ഷീ ഈസ് കാം ആൻഡ് സെറീൻ
the very antithesis of her talkative sister. അതായത് ഷീ ഈസ് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ഓഫ് ഹർ സിസ്റ്റർ എന്നുള്ള അർത്ഥത്തിലാണ് ഈ സെന്റൻസ് വന്നിരിക്കുന്നത്. സിസ്റ്റർ ഭയങ്കര ടോക്കറ്റീവ് ആണ്, ഭയങ്കര വർത്തമാനകാരിയാണ്. പക്ഷെ ഈ പെൺകുട്ടി, നമ്മൾ ഈ പറയുന്ന പെൺകുട്ടി വളരെ കാം ആൻഡ് സെറീൻ ആണ്. അപ്പൊ ഇത് ഈ കുട്ടി മറ്റേ സിസ്റ്ററിന്റെ ആന്റിതെസിസ് ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആണ് എന്നാണ് ഈ സെന്റൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആന്റിതെസിസിന് വേറെ രണ്ട് പര്യായങ്ങൾ അല്ലെങ്കിൽ സിനോണിംസ്, കോൺട്രാസ്റ്റ് ആൻഡ് കോൺട്രറി. അടുത്ത വാക്ക് കണ്ടെം. കണ്ടെം ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, റെബ്യൂക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക, വഴക്ക് പറയുക. ആ പിക്ചേഴ്സ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലെ, ഒരു വ്യക്തി ഒരു സ്ത്രീയെ വഴക്ക് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കുട്ടിയെ രണ്ട് സൈഡിൽ നിന്ന് അച്ഛനും അമ്മയും കൂടെ വഴക്ക് പറയുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു, ബ്ലെയിം ചെയ്യുന്നു. അതൊക്കെയാണ് ആ പിക്ചറിന്റെ അർത്ഥം വരുന്നത് അല്ലെ. അപ്പൊ കണ്ടെമിന്റെ നമുക്ക് ഇവിടെ റൈറ്റ് ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് റെബ്യൂക്ക് ആണ്. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. വേറെ രണ്ട് സിനോണിംസ്, ക്രിട്ടിസൈസ് ആൻഡ് ബ്ലെയിം. ഇപ്പൊ സമയം കുറച്ച് അധികമായതുകൊണ്ട് ഞാൻ അടുത്ത ആന്റണിംസിലേക്ക് പോവാണ്. ആന്റണിംസ് നമുക്ക് കുറച്ചും കൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, കാരണം സമയം അതിക്രമിച്ചിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആന്റണിം ഓഫ് ദ ഗിവൺ വേർഡ്. അപ്പൊ എന്താണ് തന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്? ആന്റണിം എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത് അതിന്റെ അർത്ഥമല്ല, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ വാക്ക് ഓട്ടോണോമി ആണ്. ഓക്കെ, ഓട്ടോണോമി. അതില് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: സബ്മിസിവ്നെസ്, ഡിപ്പെൻഡൻസ്, സബോർഡിനേഷൻ, സ്ലേവറി. അപ്പോ നമുക്ക് ഓട്ടോണോമി അർത്ഥം എന്താണ്? സെൽഫ് ഗവേണൻസ് ആണ്. അതായത് ഇപ്പൊ പല കോളേജുകളും ഉണ്ട്, ഓട്ടോണോമസ് ആയിട്ടുള്ള കോളേജസ് ആണ്. അവർക്ക് സ്വയം ഭരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്ക് തന്നെ സിലബസ് ഒക്കെ തീരുമാനിക്കാം, എക്സാം അവർക്ക് തന്നെ കണ്ടക്ട് ചെയ്യാം. അങ്ങനെ കുറേ അധികം സെൽഫ് ഗവേണൻസ് നടക്കുന്ന കോളേജുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ സെൽഫ് ഗവേണൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അർത്ഥമല്ല, അതിന്റെ ആന്റണിം ആണ്. അപ്പൊ എന്താ? ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതിന്റെ അർത്ഥമാണല്ലോ ഓട്ടോണോമി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡിപ്പെൻഡൻസ് ആണ് അതിന്റെ ആന്റണിം. അതായത് ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇപ്പൊ ഇവിടെ നമ്മൾ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഡെമോൺസ്ട്രേറ്റേഴ്സ് ഡിമാൻഡഡ് ഇമ്മീഡിയറ്റ് ഓട്ടോണോമി ഓഫ് ദെയർ റീജിയൻ. അവരുടെ റീജിയന് എത്രയും വേഗം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഡെമോൺസ്ട്രേറ്റേഴ്സ് ആവശ്യപ്പെട്ടു. അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഞാൻ അതിന്റെ ഓപ്പോസിറ്റും കൊടുത്തിട്ടുണ്ട്. ഓട്ടോണോമി ഓപ്പോസിറ്റ് ഡിപ്പെൻഡൻസ്. ഓട്ടോണോമി ഇസ് ഇൻഡിപെൻഡൻസ്, അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡിപ്പെൻഡൻസ്. അടുത്തത് ഒവേർട്ട്. ഒവേർട്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം വളരെ പ്ലെയിൻ ആയിട്ട് കാണിക്കുക, അതായത് ഒബ്വിയസ് ആയിട്ട് ഓപ്പൺ ആയിട്ട് കാണിക്കുക എന്നുള്ളതിന് ആണ് ഒവേർട്ട് എന്ന് പറയുക. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഓപ്പോസിറ്റ്? സീക്രറ്റ് ആണ് അതിന്റെ ഓപ്പോസിറ്റ്. സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പം ഓവേർട്ടിന്റെ അർത്ഥം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്: ഡൺ ഓർ ഷോൺ ഓപ്പൺലി ഓർ ഒബ്വിയസ്ലി. ഓക്കെ, അപ്പൊ അവിടെ സെന്റൻസിൽ ഹി ഷോസ് നോ ഓവേർട്ട് സൈൻസ് ഓഫ് ഹിസ് അൺഹാപ്പിനെസ്. അവന്റെ സങ്കടത്തിന്റെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒബ്വിയസ് ആയിട്ടുള്ള ഒന്നും അവൻ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഓവേർട്ടിന്റെ ആന്റണിം എന്താണ്? സീക്രറ്റ്. ഓവേർട്ട് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്, വളരെ വ്യക്തമായിട്ട്. അപ്പൊ അതിന്റെ ആന്റണിം വരുന്നത് സീക്രറ്റ്. അടുത്തത് അക്കോർഡ്. അക്കോർഡ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുക, ആ ഒരു അർത്ഥത്തിലാണ് അക്കോർഡ് എന്നുള്ള വാക്ക് വരിക. ഓക്കെ, ഗ്രാൻഡ് സമ്മൺ പവർ, സ്റ്റേറ്റസ് ഓർ റെക്കഗ്നിഷൻ. അപ്പോൾ അക്കോർഡ് എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യാന്നുള്ള അർത്ഥമാണ്. സമ്മതിച്ചു കൊടുക്കുക, ആർക്കെങ്കിലും അതിനനുസരിച്ച് അവർക്ക് വേണ്ട കാര്യം ചെയ്തു കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അക്കോർഡ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആന്റണിം? ഡിസെന്റ്, അതായത് എഗ്രി ചെയ്യാതിരിക്കുക. അക്കോർഡ് എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യാം. അപ്പോൾ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എഗ്രി ചെയ്യാതിരിക്കുക. അപ്പൊ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്, ഡിസെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി അടുത്തത് പോസിറ്റി. പോസിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സ്കേസിറ്റി ആണ്, അതായത് ഭയങ്കര ഒട്ടും തന്നെ ലഭ്യമല്ല, ഒന്നും തന്നെ ലഭ്യമല്ലാത്ത ഒരു അവസ്ഥ. അതിനാണ് പോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സർപ്ലസ് ആയിരിക്കുമല്ലോ ഓപ്പോസിറ്റ്, അല്ലെ? ഒട്ടും ഇല്ലാത്തതിന്റെ ഓപ്പോസിറ്റ് ഒത്തിരി അധികം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ എ ആണ്
അതിന്റെ ആന്റണിം, പോസിറ്റീയുടെ ആന്റണിം സർപ്ലസ് ആണ്, എ ആണ്. സെന്റൻസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, ദ പോസിറ്റീവ് ഓഫ് ഫ്രൂട്ട് വാസ് കോസ്ഡ് ബൈ ഡ്രൗട്ട്. അതായത് വരൾച്ച കാരണം ഈ നാട്ടിലൊന്നും ഫ്രൂട്ട്സ് ലഭിക്കുന്നില്ല. ഓക്കെ, അപ്പൊ പോസിറ്റീയുടെ ആന്റണിം ഏതാണ്? സർപ്ലസ് ആണ് ആന്റണിം. അടുത്ത വാക്ക് റൂത്ത്ലെസ്. റൂത്ത്ലെസ്സിന് നമുക്ക് റൂത്ത്ലെസ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വാക്കായിരിക്കും. ക്രൂവൽ എന്നുള്ള അർത്ഥത്തിലാണല്ലോ റൂത്ത്ലെസ് വരിക, അല്ലെ? അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? മേഴ്സിഫുൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആന്റണിം. അതായത് ഡി ആണ് റൂത്ത്ലെസ്സിന്റെ ആന്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ്, മേഴ്സിഫുൾ. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ സെന്റൻസ് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു, ഹി വാസ് എ റൂത്ത്ലെസ് ഡിക്റ്റേറ്റർ. ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഡിക്റ്റേറ്റർ ആയിരുന്നു ആ വ്യക്തി. റൂത്ത്ലെസ്സിന്റെ ആന്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മേഴ്സിഫുൾ ആണ്. ഈ ഡേർത്ത്, ഡേർത്ത് എന്ന് പറയുന്ന വാക്കും ഇതുപോലെ തന്നെ സ്കാസിറ്റി ആണ്. ഓക്കെ, സ്കാസിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് ഡേർത്ത് എന്നുള്ള വാക്ക് വരിക. അപ്പൊ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഈ 4 വാക്കുകളിലെ എക്സ്ട്രാവഗൻസ്, സ്കാസിറ്റി, അബൻഡൻസ്, സഫിഷ്യൻസി. അതില് അബൻഡൻസ്, ഡേർത്ത് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അബൻഡൻസ് എന്ന് പറയുമ്പോൾ അധികമായിട്ടുണ്ടാവുക. അപ്പൊ അതാണ് അതിന്റെ ആന്റണിം. സെന്റൻസ് ഇങ്ങനെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നു, ഡേർത്ത് എന്നുള്ള വാക്ക്. The manager complained that there is a dearth of talented candidates. അതായത് ടാലന്റഡ് കാൻഡിഡേറ്റ്സിനെ കിട്ടാനില്ല, അവര് ലഭ്യമല്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ പ്ലീസ് റിമെമ്പർ, ഡേർത്തിന്റെ ആന്റണിം അബൻഡൻസ് ആണ്. ഡേർത്ത് എന്ന് പറഞ്ഞാൽ സ്കാസിറ്റി. അപ്പൊ അതിന്റെ ഒബിയസ്ലി അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അബൻഡൻസ് ആണ്. ഇനി അക്വിറ്റഡ്. അക്വിറ്റഡ് എന്ന് പറഞ്ഞ വാക്ക് സാധാരണ നമ്മള് ഈ കോടതിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന വാക്കാണ്. അക്വിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ആക്കുക, അതായത് വെറുതെ വിടുക. കോടതി വെറുതെ വിടുന്ന ഒരു ഘട്ടത്തിൽ നമ്മളിപ്പോ ഇംഗ്ലീഷ് പത്രത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ദ murderer or the suspect was acquitted by the court due to lack of evidence. അതായത് കൃത്യമായിട്ടുള്ള അവർക്ക് ഇതൊന്നും കിട്ടാത്തത് കൊണ്ട്, എന്താ പറയാ, മൊഴിയൊന്നും കിട്ടാത്തത് കൊണ്ട് ആ വ്യക്തിയെ അവർ വെറുതെ വിട്ടു. അക്വിറ്റഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ചെയ്ത് വിടുക എന്നുള്ളതാണ്. അപ്പൊ ഒബ്വിയസ്ലി അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ആന്റണിം എന്തായിരിക്കും? കൺവിക്റ്റഡ് എന്നുള്ളതാണ്. അതായത് ജയിലിൽ അടയ്ക്കുക അല്ലെങ്കിൽ പണിഷ് ചെയ്യുക. കൺവിക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിധി കൽപ്പിക്കുക. അക്വിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ വിടുക. അപ്പൊ ഇവിടെ നമ്മൾ സെന്റൻസ് നോക്കാം. 2 suspects were acquitted due to lack of evidence. അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് 2 വ്യക്തികളെ കോടതി വെറുതെ വിട്ടു. അപ്പൊ അക്വിറ്റഡ്, പ്ലീസ് ഡോണ്ട് ഫുർഗെറ്റ്, അക്വിറ്റഡിന്റെ മീനിങ് ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ്. കൺവിക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതായത് വിധി കൽപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുക. അടുത്തത് ഓണറസ്. ഓണറസ് എന്ന് പറഞ്ഞാൽ ബേർഡൻസം, ഹെവി, ഡിഫിക്കൾട്ട്, കോംപ്ലെക്സ് എന്നുള്ള അർത്ഥമാണ് ഓണറസ്. അപ്പൊ സി ആണ് അവിടെ അതിന്റെ സിനണിം. പക്ഷെ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആന്റണിം കണ്ടുപിടിക്കാനാണ്, അല്ലെ? അപ്പൊ ഓണറസ് ഹെവി അല്ലെങ്കിൽ ബേർഡൻസം ആണെങ്കിൽ ഒബ്വിയസ്ലി അതിന്റെ ആന്റണിം എന്തായിരിക്കും? ഈസി ആയിരിക്കും, അല്ലെ? ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആന്റണിം, ഈസി. ഇവിടെ സെന്റൻസിൽ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു, ഷീ ഫൗണ്ട് ദ ഡ്യൂട്ടീസ് ഓഫ് മദർഹുഡ് ഓണറസ്. സോ ഷീ ഫൗണ്ട് ദ ഡ്യൂട്ടീസ് ഓഫ് മദർഹുഡ് വെരി വെരി ബർഡൻസം, ഓഫ് ഡിഫിക്കൾട്ട് ഓർ ടു കോംപ്ലെക്സ്. ഓക്കെ, യാ. അടുത്തത് ഇവാക്വേറ്റ്. ഇവാക്വേറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കാണ്. അതായത് ഒഴിപ്പിക്കുക. എവിടെ നിന്നെങ്കിലും സാധാരണ യുദ്ധമൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ മനുഷ്യരെ എല്ലാവരെയും ആർമി വന്ന് ഒഴിപ്പിക്കാറുണ്ട്, അല്ലെ? അപ്പോ ഡെഫിനറ്റ്ലി അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അഡ്മിറ്റ്. അതായത് അവരെ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുക. അതിനാണ് അഡ്മിറ്റ് എന്ന് പറയുക. അപ്പൊ ഇവിടെ ഇവാക്വേറ്റിന്റെ ആന്റണിം അഡ്മിറ്റ് ആണ്. എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പൊ ഇവിടെ സെന്റൻസിൽ ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്, ദ പോലീസ് ഇവാക്വേറ്റഡ് ദ വില്ലേജ് ഷോർട്ട്ലി ബിഫോർ ദ എക്സ്പ്ലോഷൻ. അപ്പൊ ഈ വലിയൊരു ബോംബ് എക്സ്പ്ലോഷൻ നടക്കുന്നതിന് മുമ്പ് പോലീസ് എന്ത് ചെയ്തു? അവിടുത്തെ ആളുകളെ മുഴുവനും ഇവാക്വേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒഴിപ്പിച്ചു. അപ്പൊ പ്ലീസ് റിമെമ്പർ, ഇവാക്വേറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആന്റണിം ആണ് കണ്ടുപിടിക്കേണ്ടത്, ഓപ്പോസിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ എ ആണ്, അഡ്മിറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്തത് ലാംഗ്വിഡ്. പിക്ചേഴ്സ് നോക്കിയാൽ അറിയാം. ലാംഗ്വിഡിന്റെ അർത്ഥം വളരെ ലേസി ആയിട്ട്, എനർജി ഒന്നുമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് ലാംഗ്വിഡ് എന്ന് പറയുക. അപ്പൊ ലാംഗ്വിഡിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? എനർജറ്റിക്. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, എനർജറ്റിക്. അപ്പൊ സെന്റൻസിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, the student's languid manner annoyed the teacher. അപ്പൊ ഒരു കുട്ടി ഒരു എനർജിയും ഇല്ലാതെ തത്താവിത്ത കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ടീച്ചറിന് ദേഷ്യം വന്നു. അതാണ് അവിടെ ആ സെന്റൻസിന്റെ അർത്ഥം.
ലാംഗ്വിഡ് എന്ന് പറഞ്ഞാൽ എനർജി ഇല്ലാതെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എനർജറ്റിക്. അടുത്ത സ്ട്രിഞ്ചന്റ്. ഈ വാക്കും സാധാരണഗതിയിൽ സ്കൂളിന്റെ റൂളുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സ്ട്രിഞ്ചന്റ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ്, സ്റ്റേൺ, സ്ട്രിക്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ സ്ട്രിഞ്ചന്റ് ആക്ഷൻ വിൽ ബി ടേക്കൺ അഗൈൻസ്റ്റ് ദി ഒഫൻഡേഴ്സ് എന്നൊക്കെ നമ്മൾ സാധാരണ റൂളിൽ പറയാറുണ്ട് അല്ലെ. അപ്പൊ സ്ട്രിഞ്ചന്റിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സ്ട്രിക്റ്റിന്റെ ഓപ്പോസിറ്റ് ലീനിയന്റ്, വളരെ ലീനിയന്റ് ആയിട്ട് എല്ലാം കണ്ണടച്ച് വിടുക, അതിനാണ് ലീനിയന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഓപ്പോസിറ്റ് കേട്ടോ. അപ്പൊ സ്ട്രിഞ്ചന്റിന്റെ അർത്ഥം സ്ട്രിക്റ്റ് ആണ്, അതിന്റെ ആന്റണിം വരുന്നത് ലീനിയന്റ്. അപ്പൊ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റി നിങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം. ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് മണി പെയ്ഡ് ടു എൻ എംപ്ലോയി അറ്റ് ദ എൻഡ് ഓഫ് എ പീരീഡ് ഓഫ് എംപ്ലോയ്മെന്റ്. അതായത് ഒരു വ്യക്തി അയാളുടെ ജോലി മുഴുവനും പൂർത്തീകരിച്ചതിന് ശേഷം ഏറ്റവും അവസാനം അയാൾക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടിനാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുക. അപ്പൊ നമ്മൾ ആ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹീസ് ടേക്കിംഗ് എ ഗ്രാറ്റുവിറ്റി ഫ്രം ദ നേവി. അപ്പൊ നേവിയിൽ നിന്നും അദ്ദേഹം വിരമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഗ്രാറ്റുവിറ്റി, ഒരു എമൗണ്ട് അദ്ദേഹത്തിന് ലഭിച്ചു. അപ്പൊ ഈ ഗ്രാറ്റുവിറ്റിയുടെ ഓപ്പോസിറ്റ് എന്താണ്? വേജസ്. ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം വേജസ് എന്ന് പറഞ്ഞാൽ മന്ത്ലി കിട്ടുന്ന സാലറി ആണല്ലോ. ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും അവസാനം വിരമിക്കുന്ന സമയത്ത് ലഭിക്കുന്ന പൈസയാണ്. അപ്പൊ ഗ്രാറ്റുവിറ്റിയുടെ ആന്റണിം എന്ന് പറയുന്നത് വേജസ് ആണ്. ഓക്കെ. ഏലിയനേറ്റ്. ഏലിയനേറ്റ് എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം, ഒറ്റപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഏലിയനേറ്റ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വരിക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഒബ്വിയസ്ലി യുണൈറ്റ് ആയിരിക്കും. ഒറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ വിപരീതമായിട്ടുള്ള വാക്ക് വരുന്ന യുണൈറ്റ് ചെയ്യുക, ഒരുമിപ്പിക്കുക അല്ലെ. അപ്പോൾ ഇവിടെ സെന്റൻസ് നോക്കിയാൽ ദ ലേറ്റസ്റ്റ് ടാക്സ് പ്രപ്പോസൽസ് വിൽ ഏലിയനേറ്റ് മെനി വോട്ടേഴ്സ്. അപ്പൊ ഈ ഗവൺമെന്റിന്റെ പുതിയ ടാക്സ് പ്രപ്പോസൽ മിക്കവാറും പല വോട്ടേഴ്സിനെയും അകലാൻ പ്രേരിപ്പിക്കുക. അതായത് ഈ ഗവൺമെന്റിൽ നിന്നും അകലാൻ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ഏലിയനേറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അകന്നു പോവുക. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? യുണൈറ്റ്. ഇനി സ്പ്യൂരിയസ് എന്നുള്ള വാക്കും സാധാരണ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അറിയാമായിരിക്കും. സ്പ്യൂരിയസ് എന്ന് പറഞ്ഞാൽ ഫേക്ക് എന്നാണെങ്കിൽ ഫോൾസ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സ്പ്യൂരിയസ് ഉപയോഗിക്കുക. അപ്പൊ സ്പ്യൂരിയസിന്റെ ഓപ്പോസിറ്റ് എന്തായാലും ജെനുവിൻ ആയിരിക്കും അല്ലെ. ജെനുവിൻ ആണ് അതിന്റെ ആന്റണിം. സ്പ്യൂരിയസ് എന്ന് പറഞ്ഞാൽ ഫേക്ക് അല്ലെങ്കിൽ ഫോൾസ്. അപ്പൊ ഇവിടെ എ ആണ് അതിന്റെ സിനോണിം. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആന്റണിം വരുന്ന ബി ആണ്, ജെനുവിൻ ആണ്. ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് ഒരു ഒബ്സ്റ്റക്കിൾ ആണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഹിൻഡ്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം, ഒബ്സ്റ്റക്കിൾ. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എയ്ഡ്, ഹെൽപ്പ്. ഹിൻഡ്രൻസ് പറഞ്ഞാൽ ഒരു തടസ്സം, എയ്ഡ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, സഹായം ചെയ്തു കൊടുക്കുക. ഹിൻഡ്രൻസ് പറഞ്ഞാൽ തടസ്സം സൃഷ്ടിക്കുക അല്ലെ. അപ്പൊ ഹിൻഡ്രൻസിന്റെ ആന്റണിം എയ്ഡ് ആണ്. നമുക്ക് ഹിൻഡ്രൻസ് എന്നുള്ള വാക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം: ദ ഫ്ലഡ്സ് ഹാവ് ബീൻ എ മേജർ ഹിൻഡ്രൻസ് ടു റിലീഫ് എഫർട്സ്. അപ്പൊ അവര് ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ വെള്ളപ്പൊക്കം അതിന് വലിയൊരു തടസ്സമായിട്ട് നിൽക്കുന്നു. അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ഇനി അടുത്ത വാക്ക് എക്സോണറേറ്റ്. എക്സോണറേറ്റ് എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്യുക, ക്ലിയർ ചെയ്യുക, അക്വിറ്റ് ചെയ്യുക, വെറുതെ വിടുക. ഇതും കോടതി സംബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എക്സോണറേറ്റ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? അക്യൂസ്, കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ എന്താ പറയുക, കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ള ഒരു വാക്കാണ് അതിന്റെ ആന്റണിമായിട്ട് വരിക. എക്സോണറേറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ വിടുക, അക്വിറ്റ് ചെയ്യുക, റിലീസ് ചെയ്യുക. അതിന്റെ ആന്റണിം എന്ന് പറയുന്നത് അക്യൂസ്. ബി ആണ് ആന്റണിമായിട്ട് വരുന്നത്. മൈസലി എന്നുള്ള വാക്ക് നിങ്ങൾ ചിലപ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. മൈസലി എന്ന് പറഞ്ഞാൽ സ്റ്റിഞ്ചി, ഒട്ടും തന്നെ പൈസ ചെലവാക്കാത്ത പിശുക്കനെയാണ് നമ്മൾ മൈസലി എന്ന് പറയുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ബി ആണ്, ജനറസ് ആണ്. വളരെ ഉദാരമായിട്ട് പൈസയും മറ്റു സഹായങ്ങളും ചെയ്യുന്നവരെ നമ്മൾ ജനറസ് പേഴ്സൺ എന്ന് പറയും അല്ലെ. അപ്പൊ ഇതിന്റെ ആന്റണിം ബി ആണ്, ജനറസ് ആണ്. അതിന്റെ അർത്ഥം പക്ഷെ സ്റ്റിഞ്ചി അല്ലെങ്കിൽ പിശുക്കൻ എന്നുള്ള അർത്ഥമാണ്. മാലിസ്. മാലിസ് പിന്നെ ഇതുപോലെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ്. എനിമിറ്റി, ഇൽ ഫീലിംഗ്, ഇഷ്ടക്കേട്, ഡിസ്ലൈക്ക് അല്ലെങ്കിൽ അസൂയയും ഇഷ്ടക്കേടും എല്ലാം കൂടെ കലർന്ന ഒരു ഫീലിംഗ് ആണ് മാലിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഗുഡ് വിൽ, നന്മ. മാലിസ് എന്ന് പറയുന്ന ഒരു മോശമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഒരാളോട് നമുക്ക് ഇഷ്ടക്കേടോ ദേഷ്യമോ എനിമിറ്റിയോ ശത്രുതയൊക്കെ ഫീൽ ചെയ്യുന്നതിനാണ് മാലിസ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ആന്റണിം വരുന്ന ഗുഡ് വിൽ. സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. കമോഡിയസ്. കമോഡിയസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഷ്യൽ, ആംപിൾ. അപ്പൊ കമോഡിയസ് ലൈബ്രറി, ഹി ഹാസ് എ കമോഡിയസ് ലൈബ്രറി ഇൻ ഹിസ് ഹോം എന്ന് പറഞ്ഞാൽ നല്ല എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ലൈബ്രറി അദ്ദേഹത്തിന്
അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉണ്ട് എന്നാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ലിമിറ്റഡ്, വളരെ പരിമിതമായിട്ടുള്ള എന്നുള്ള അർത്ഥം വരുന്ന ലിമിറ്റഡ് എന്നുള്ള വാക്കാണ് അതിന്റെ കമ്മോഡിയസിന്റെ ആന്റണിമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മളിപ്പോ നോക്കിയ വാക്കുകള്. ഇതെല്ലാ വാക്കുകളും അല്ല കേട്ടോ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതേ വാക്കുകൾ തന്നെ വരണമെന്നില്ല. ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തപ്പോൾ ഒത്തിരി അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സിനോണിംസും ആന്റണിംസും ആണ് ഞാൻ ഈ ക്ലാസ്സിൽ തിരഞ്ഞെടുത്തത്. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങൾ ജനറൽ പേപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനെറ്റിൽ നിന്നും കുറച്ചും കൂടെ ഇതുപോലത്തെ കോമൺ വരാൻ സാധ്യതയുള്ള സിനോണിംസ് ആൻഡ് ആന്റണിംസ് കണ്ടുപിടിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ഓക്കെ, എനിക്ക് തോന്നുന്നു 3-4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇത്തരം വാക്കുകൾ ധാരാളമായിട്ട് നിങ്ങൾ വായിച്ചു പഠിച്ച് പരീക്ഷയ്ക്ക് പോയാൽ. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഗുഡ് ലക്ക് ആൻഡ് ഗോഡ് ബ്ലെസ് all of you. May you all do your exam wonderfully well. Thank you to the CGAC team as well. Thank you. Thank you so much, children. I hope all of you do really well. Okay. Stop ചെയ്യണോ? Stop ചെയ്യാം സാറേ. Okay, thank you. നമ്മള്